അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിക്ഷയിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടികൾ മനുഷ്യരാണ്. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ചതും മനുഷ്യരെയാണ്. അതേ സമയത്ത് മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചതും മനുഷ്യരെയാണ്. മനുഷ്യ മനസ്സ് സമാധാനമാണോ? എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. മനുഷ്യ മനസ്സൊക്കെ കുഴപ്പവും കലഹവും കച്ചറിയാണോ? അതിൻ്റെ ദുരിതം മറ്റ് ജീവികളും അനുഭവിക്കേണ്ടി വരും. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള ആളാണ്. അക്കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തി കലിമ ഹൃദയത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന മനുഷ്യരാകുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. കാരണം അള്ളാഹു നേരിട്ട് നിശ്ചയിച്ച ഉപ്പാപ്പ നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുക. ആ പ്രകാശം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പദവിയും ബഹുമാനവും മറ്റുള്ളവരെക്കാളെല്ലാം എത്രയോ കൂടുതലാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കടലിലും കരയിലും ഉള്ള ജീവികളെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാം. അള്ളാഹു ആ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ നിലനിർത്തി തെരുമാറാവണം. നിങ്ങൾ ഓർത്തു നോക്കി, പശുവിൻ്റെ വയറ്റിൽ ഇവിടെ ജന്മം നടക്കുന്നുണ്ട്, പാമ്പിൻ്റെ വയറ്റിൽ ജന്മം നടക്കുന്നുണ്ട്, പട്ടിയുടെ വയറ്റിൽ ജന്മം നടക്കുന്നുണ്ട്. നമ്മളെ ജനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മെ അള്ളാഹു തആല എത്ര ആദരിച്ചു. രണ്ടാമത്, ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ലാത്തവരുണ്ട്, അതിൽ നമ്മൾ പെട്ടിട്ടില്ലല്ലോ. സംസാരശേഷിയില്ലാത്തവരുണ്ട്, അക്കൂട്ടം നമ്മൾ പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ എണ്ണി പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ജന്മമുണ്ട്, അതിലൊന്നും നമ്മൾ അള്ളാഹു പെടുത്തിയിട്ടില്ല. ഇത് നമ്മൾ അപേക്ഷ കൊടുത്ത് പാസ്സാക്കിയതല്ലല്ലോ. ഇന്നതിലൊന്നും പെടുത്തരുതേ എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ്. അങ്ങനത്തെ ഇതിലൊന്നും ഇന്ന ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ അപേക്ഷ കൊടുത്തതാണ്. അള്ളാഹുവിൻ്റെ വകയായി എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല. മറ്റൊന്ന്, മനുഷ്യരായി ജനിക്കുന്ന കൂട്ടത്തിൽ തന്നെ അള്ളാഹിനെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവരുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ. നമ്മളെ അള്ളാഹു തആല ജന്മത്തിന് തീരുമാനിച്ചപ്പോൾ മുസ്ലിമായ ഉമ്മാൻ്റെയും മുസ്ലിമായ ഉപ്പാൻ്റെയും മകനായി ജനിക്കാനാണ് അള്ളാഹു ഭാഗ്യം നൽകിയത്. അപ്പൊ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ജന്മം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു, അൽഹംദുലില്ലാ. മരണം കൊണ്ട് ആ അനുഗ്രഹം കിട്ടേണ്ടത് നമ്മുടെ അമലാണ്, അല്ലേ? ജനിക്കാൻ നമ്മുടെ ആരുടെയും ഒരു പങ്കാളിത്തമല്ല. കണ്ണും കൽബും കാതും നാക്കും മൂക്കും ബുദ്ധിയും ഒക്കെ ഉള്ള ജന്മമാണ് നമ്മുടേത്. ജനിച്ച അന്ന് തന്നെ നമ്മളാണ് മരിച്ചിരുന്നുവെങ്കിൽ നേരെ സ്വർഗത്തേക്കാള പോവുക, അല്ലേ? ജനിച്ച അന്ന് തന്നെ ഒരു മുസ്ലിമായ അമ്മാക്കും പാപ്പാക്കും ഒരു കുട്ടിയാണ് ജനിച്ചു, അന്ന് തന്നെയാണ് മരിച്ചു, അല്ലെങ്കിൽ പിറ്റേന്ന് മരിച്ചു. അങ്ങനെ അടുത്തടുത്ത സമയത്താണ് മരിച്ചിരിക്കണമെങ്കിൽ ആ കുട്ടി നേരെ എവിടുക്കാൻ പോവുക? സ്വർഗത്തേക്കാണ്. ആ കുട്ടി മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആയിൽ തന്നെ എന്താ, അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ വദുഖറൻ ലി അബവൈ, പടച്ചോനെ ഈ കുട്ടിനെ മാതാപിതാക്കൾക്കൊരു നിധിയാക്കണേന്ന്.
അപ്പൊ ജനിച്ച അന്ന് തന്നെ മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തേക്കാണ്. അപ്പൊ നമ്മുടെ ജനനം എന്താണ്? സ്വർഗത്തിൽ താമസിക്കാൻ പറ്റിയ ജനനമാണ് നമ്മുടേത്. പിന്നെ നമ്മൾ ജനിച്ചന്ന് മരിച്ചില്ല, പിന്നെ ഇപ്പൊ നമ്മളെന്തായി? നമ്മൾ ജീവിച്ചു അല്ലേ? ജനിച്ചന്ന് നമ്മളാരും മരിച്ചിട്ടില്ലല്ലോ. ഇപ്പോ ജനിച്ച അന്ന് തന്നെയാണ് മരിച്ചിരുന്നുവെങ്കിൽ ആ ഉടനെ നമ്മൾ നേരെ സ്വർഗത്തേക്കാണ് പോണത്. പക്ഷേ നമ്മളൊന്നും ജനിച്ചന്ന് മരിച്ചില്ല. അപ്പൊ ഓരോരുത്തർക്കും വയസ്സെത്രയായി? വയസ്സ് നോക്കിയാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെ. വയസ്സെത്രയായി ചോദിച്ചാൽ ഓ മറ്റവനെ നോക്കുക, അബ്ബനെ നോക്കുക, അങ്ങനെയാണ്. വയസ്സ് ചോദിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെയാണല്ലോ. നാളെ ഒരാളോട് വയസ്സ് ചോദിച്ചു, അപ്പൊ അയാൾ പറഞ്ഞു 50 കടന്ന് തിരിയൽ തുടങ്ങിയിട്ട് 8-10 കൊല്ലായി. അപ്പൊ കണ്ണുകൾ 60 എന്നൊക്കെ പറയാനൊരു ബേജാറ് കണ്ടെങ്കിൽ അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാല് നമ്മൾ ജനിച്ചപ്പോ മുസ്ലിമാണ്, അന്ന് തന്നെ മരിച്ചൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ സ്വർഗത്തിലാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്, അന്ന് ഏതായാലും മരിച്ചില്ല, നഞ്ഞി നമ്മൾ മരിക്കുമ്പം നേരെ സ്വർഗത്തേക്ക് പോകൂലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ സ്വയം ആലോചിക്കണം. ജനിച്ചന്ന് തന്നെ നമ്മൾ മരിച്ചിരുന്നുവെങ്കിൽ നേരെ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. പക്ഷെ ഇപ്പൊ നമ്മൾ ജനിച്ചന്ന് മരിച്ചില്ല, പിന്നെ ഓരോരുത്തർക്കും എത്രയായി? ഈ കൂടിയിരിക്കുന്ന അധികം ആൾക്കും 40-45 ആഫിയത്ത് തരട്ടെ അല്ലേ? പിന്നെ ഞാൻ അതിൻ്റെ മേലക്കുള്ളത് നമ്മൾ പറയണ്ട. എന്നാളെ ഒരാളോട് ചോദിച്ചു, ഒരാൾ വയസ്സെത്രയായി ചോദിച്ചു, 65. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ മൂപ്പരെ കണ്ട്. അപ്പൊ ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ ചോദിച്ചു, വയസ്സൊക്കെ ഇപ്പം എത്രയായി ചോദിച്ചു, അത് 65. അപ്പൊ നിങ്ങളല്ലേ 10 കൊല്ലം മുമ്പ് 65 പറഞ്ഞത്? അതെന്നെ, എന്നെ പറ്റി എനിക്ക് മനസ്സിലാക്കണം. 65 ശേഷം പിന്നെ ആ വാക്ക് മാറ്റിയിട്ടില്ല. 65 ശേഷം മൂപ്പര് എന്തില്ല? വാക്ക് മാറ്റിയിട്ടില്ല. മൂപ്പര് വാക്ക് മാറ്റാതെ എങ്ങനെ എന്നാ വയസ്സ് കൂടുമല്ലോ. അപ്പൊ ഞമ്മളൊക്കെ അയിമങ്ങനെ നിൽക്കുകയാണ്. ഞമ്മക്ക് അങ്ങോട്ട് അടുക്കണെന്നുള്ളത് ഓർമ്മയില്ലാതെ നിന്നാ പറ്റൂല. നമ്മുടെ ജീവിതം അല്ലാഹു തആല വെച്ചിരിക്കുന്നത് 2 വാഹനത്തിന്റെ അടിയിലാണ് അല്ലേ? 2 വാഹനങ്ങൾക്കിടയിൽ. ഒന്ന് ഏതാ വാഹനം? ജനിച്ചപ്പം ഉമ്മ 2 കയ്യിൽ നമ്മളെങ്ങനെ എടുത്തു. അപ്പൊ നമ്മളമ്മയുടെ കൈയാണ് വാഹനം അന്നത്തെ. ആ കയ്യിൽ മലന്ന് ഇങ്ങനെ കടന്നു. ഉമ്മ ഇവിടെ നിർത്തുങ്ങാണ്ട് അവിടേക്ക്, അവിടെ നിർത്തുങ്ങാണ്ട് ഇങ്ങോട്ട് അല്ലേ? നമ്മൾ ഉമ്മയുടെ കൈയാണ് നമ്മുടെ ആദ്യത്തെ വാഹനം. അതിൽ മലന്ന് ഇങ്ങനെ കടന്നു. വല്ലതും കയ്യോ? ഒന്നിനും കയ്യൂല. ഇനി രണ്ടാമതും അതേമാതിരി തന്നെയാണ് നമ്മളെ അവസ്ഥ അല്ലേ? നമുക്ക് അവസാനത്തെ യാത്രക്ക് വേണ്ടി വാഹനം ഇവിടുത്തെ പള്ളിക്ക് റെഡി ഉണ്ടോ അല്ലേ? അതിൽ മലന്ന് ഇങ്ങനെ കടക്കേണ്ടി വരും. അനങ്ങാൻ കയ്യൂല. ഏതൊരു പുതിയ വണ്ടി ഇറങ്ങിയാലും പാഞ്ഞു പോയി അതിലൊന്ന് കയറി വെക്കാൻ ഒരു പൂതിയാണ് നമുക്ക് അല്ലേ? നമ്മൾ ഈ അവസാനം കൊണ്ടുപോണ വാഹനം എത്ര ദിവസമായി ഇവിടെ? ആരെങ്കിലും ഒന്ന് കയറി കടന്നു നോക്കിയോ? ഇവിടെ ഇല്ലേ സാധനം? തൊട്ടടുത്തുണ്ടല്ലോ മുതല്. അതാ, എപ്പം ആണെങ്കിലും ഒന്ന് കയറി കടന്നു നോക്കാം. പക്ഷെ ആരെങ്കിലും ഒന്ന് കയറി കടന്നു നോക്കിയോ? എന്തുകൊണ്ട്? നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ള വാഹനം കുഞ്ഞുമരക്കാരാജി നിങ്ങൾക്ക് അറിയില്ല. ഒരു കാറ് നല്ലത് കണ്ടാൽ ഒന്ന് കയറി നോക്കാൻ നമുക്കൊക്കെ ഒരു പൂതിയല്ലേ അല്ലേ? എത്ര ദിവസമായി ഈ വാഹനം ഇവിടെ കെട്ടി തൂക്കിയിട്ടിട്ട് നമ്മളൊന്ന് കയറി നോക്കിയോ? അപ്പൊ 2 വാഹനമാണ് നമുക്ക്. മലന്നിങ്ങനെ കടക്കുക ഒരു കഴിവില്ല. ഉമ്മാന്റെ കയ്യിൽ നമ്മളിങ്ങനെ കടന്നു. ഇവിടെ നിർത്ത് അവിടേക്ക് വെച്ചു, അവിടുന്ന് ഇവിടുന്ന് അവിടേക്ക് വെച്ചു. ഇനി അതേമാതിരി നമ്മളെ മയ്യത്തിനെ ഇവിടെ നിർത്ത് അങ്ങോട്ട് വെച്ചു, അവിടെ നിർത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ആ വാഹനത്തിൽ കയറി പോരേണ്ടി വരും. 2 വാഹനത്തിനടക്കാണ് നമ്മളെ ജീവിതം. പടച്ചോൻ ഖൈറ് തരട്ടെ. 2 കുളിപ്പിക്കലിന്റെ അടക്കാണ് നമ്മളെ ജീവിതം. 2 കുളിപ്പിക്കലിന്റെ അടക്കാണ് നമ്മളെ ജീവിതം. ആണോ അല്ലേ? നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിന് ഭൂമിക്കട് വന്നപ്പം ആരോ നമ്മളെ കുളിപ്പിച്ചു അല്ലേ? നിങ്ങളെ കുളിപ്പിച്ചത് ആരെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരോ നമ്മളെ കുളിപ്പിച്ചിട്ടില്ലേ? ഉറപ്പാണ്. നമുക്ക് സ്വന്തം മേല് കഴുകാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ ജനിച്ചു വീണത് അതെ. അന്ന് നമ്മളെ ആരോ കുളിപ്പിച്ചു. ഉറപ്പല്ലേ? ഉറപ്പില്ല. ഇനി ഒരു കുളിപ്പിക്കലും കൂടി വരാണ്ട്. അത് ആരേക്കാരം?
ഇനി നമ്മൾ അടുത്തൊരു കുളിപ്പിക്കൽ വരാണ്ട് അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ ഒരു കുളിപ്പിക്കലുണ്ടോ അല്ലേ? ആരാ കുളിപ്പിച്ച? അപ്പോ കഴിഞ്ഞ കുളിപ്പിക്കലും ആരാന്ന് നമുക്ക് അറിയില്ല, വരാൻ പോലുള്ള കുളിപ്പിക്കലും ആരാന്നറിയില്ല. രണ്ട് കുളിപ്പിക്കലിനിടയിലാണ് നമ്മളെ ജീവിതം. ഒരു കുളി കഴിഞ്ഞിങ്ങാണ്ട് അടുത്ത കുളിക്ക് എത്ര സമയം ബാക്കിയുണ്ടാകും? അത്രേ ഇവിടെ സമയമുള്ളൂ. രണ്ട് കുളിപ്പിക്കലിനിടയിലാണ് നമ്മളെ സമയം. അള്ളാഹു ഖൈറ് തരട്ടെ. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബേജാറാക്കണം. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ അല്ലേ? എന്നാ ഞാൻ ഒന്നും കൂടി പറഞ്ഞ് നിർത്താം. എന്താ നിങ്ങൾ ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ നിസ്കാരം തുടങ്ങാൻ എത്ര നേരം ഉണ്ടാവും? എല്ലാവർക്കും അറിയില്ലപ്പോ അത്. നമ്മളെ ബാങ്കും ഇക്കാമത്തും എന്തായിക്കണ്? കൊടുത്തു വെച്ചിക്കണ്. വലത്തെ ചെവിയിൽ ബാങ്കും കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. ഇനി നമുക്കൊരു നിസ്കാരമുണ്ട്, അതിന് ബാങ്കും ഇല്ല ഇക്കാമത്തും ഇല്ല. ഉണ്ടാ ഇനിയൊരു നിസ്കാരമുണ്ട്. അപ്പം ഇങ്ങനെ മുന്നിൽ പോരാളിങ്ങനെ നിങ്ങളുടെ എല്ലാവരും ഒന്നുണ്ടാക്കി കാര്യമാണ് പറയണട്ടാ. കാര്യമോ എന്ന് ചോദിച്ചാൽ എന്നല്ലാതെ ഏതില്ല, ബാങ്കും ഇല്ല ഇക്കാമത്തും ഇല്ല അല്ലേ? ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ നിസ്കാരം തുടങ്ങാൻ എത്ര സമയമുണ്ട്? അതാണ് ദുനിയാവ്, അതാണ് നമ്മൾ ആയുസ്. നിങ്ങൾ ബേജാറായ മാതിരി അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞങ്ങാണ്ട് വേറെ വിഷയത്തേക്ക് പോകാം. എന്താ വേണ്ടി? ഒന്നും കൂടി പറയട്ടെ. നമ്മൾ പാകത്തിന് ഒരു സംഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുത്തി. അള്ളാഹു ഖൈറ് തരട്ടെ. നിങ്ങൾ ബേജാറായിട്ടില്ലല്ലോ? നിങ്ങൾ ബേജാറായി എനിക്കെന്താ? അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഞാൻ അപ്പാണ് പോകൂലേ? അപ്പം അതെന്നെ പറഞ്ഞത്. ബേജാറായി എന്ന് വിചാരിച്ചാണ് ഇപ്പം ഇതില്ലാതെയാവും. അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു എല്ലാവരും. രണ്ട് അറകൾക്കിടയിലാണ് നമ്മളെ ജീവിതം. രണ്ട് അറകൾക്കിടയിലാണ് നമ്മളെ ജീവിതം. ഒരറ ഏതാ? ഒരറ അമ്മാന്റെ ഗർഭാശയാണ്. എന്താ അവിടുത്തെ ഒരു സുഖം അല്ലേ? ഒരറ അമ്മാന്റെ ഗർഭാശയാണ്. എന്താണ് അവിടുത്തെ ഒരു സുഖം? നിങ്ങളിങ്ങനെ കണ്ണു നോക്കണം. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ട് ഇതിനോടെ? എന്താ അവിടുത്തെ സുഖം? ഉമ്മാന്റെ ഗർഭാശയമാകുന്ന അറയിൽ ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ, അതൊരു മിനി സ്വർഗമാണ്. ഒരു മിനി സ്വർഗാണ്. എന്തിനെ അള്ളാഹു തആല ആ സ്വർഗത്തിൽ നമ്മൾ നിർത്തിയത് എന്നറിയോ? നമ്മളെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം. അള്ളാഹു തആല ആദം നബിനെ പടച്ചിട്ട് കുറച്ച് സ്വർഗത്തിൽ താമസിക്കണം. കുറച്ച് സ്വർഗത്തിൽ നിങ്ങൾ കുറച്ച് സ്വർഗത്തിൽ താമസിക്കാം. അപ്പൊ സ്വർഗത്തിൽ ആദം നബി കുറച്ച് താമസിച്ചു. അവിടുത്തെ സുഖവും സന്തോഷമൊക്കെ വല്ലിപ്പ നല്ലോണം ആസ്വദിച്ചിരിക്കണം അല്ലേ? ആ വല്യപ്പാന്റെ മക്കളാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ വരുമ്പോ കുറച്ച് ദിവസം സ്വർഗത്തിൽ നിർത്തുക. അതാണ് ഉമ്മാന്റെ ഗർഭാശയം. ബാപ്പ നിന്ന സ്വർഗം ഉണ്ടല്ല, ആ സ്വർഗത്തിൽ എന്താ സ്വർഗത്തിന്റെ സ്ഥിതി? സ്വർഗത്തിൽ അസൂയല്ല, സ്വർഗത്തിൽ ഒന്നും തിരക്കില്ല, സ്വർഗത്തിൽ അതിൽ തിരക്കില്ല, സ്വർഗത്തിൽ LDF UDF ഇല്ല, സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഉണ്ടോ? അല്ലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നോക്കി നിങ്ങൾ ഒരു കുട്ടിയാണെങ്കിൽ നല്ല സുഖ, രണ്ട് കുട്ടികളാണെങ്കിലോ പരമ സുഖ, മൂന്ന് കുട്ടികളാണെങ്കിലോ അതിലേറെ സുഖ. എന്തെങ്കിലൊരു ആലോചന. ഒരു കുട്ടിൻ്റെ ഒരു ഉമ്മാന്റെ പള്ളിയിൽ 3 കുട്ടികൾ. ഒരു കുട്ടി 7 മാസമായപ്പോഴത്തേനാണ് പോന്നു അവിടുന്ന്. ഇവിടെ വന്നു നോക്കുമ്പോൾ അവൻ്റെ പുറത്താകെ മുറിയാണ്. ഇപ്പം മറ്റൊരു രണ്ടാളും മാന്തിയതാണ്. അങ്ങനെ ഒരു കേസ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ. അവിടെ എത്ര സുഖമായിട്ട് അവിടെ കിടക്കാം. 3 ആൾക്കും കിടക്കാം, 2 ആൾക്കും കിടക്കാം, ഒക്കെ കിടക്കാം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ ഖബറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനേ അത് ഓർമ്മപ്പെടുത്തിയത്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ താമസിക്കുമ്പോൾ സ്വർഗാണ് അവിടെ. എന്താ സ്വർഗത്തിലെ സ്ഥിതി? സ്വർഗത്തിലൊക്കെ ചോദിക്കാതെ കിട്ടും. സ്വർഗത്തിലൊക്കെ ചോദിക്കാതെ കിട്ടും ഇല്ലേ? നമ്മളെ ശരീരത്തിൽ ഇപ്പോഴുള്ള എല്ലാ മുതലും ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ചോദിക്കാതെ കിട്ടിയതല്ലേ? ആണോ അല്ലേ? 2 കണ്ണ് അള്ളാ ചോദിക്കാതെ കിട്ടിയതാണ് അവിടുന്ന് അല്ലേ? സംസാരിക്കണ നാവ് അവിടുന്ന് ഒക്കെ അള്ളാഹു തആല ചോദിക്കാതെ തന്നതാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വായു, വെള്ളം, ഭക്ഷണം ഒക്കെ സന്തോഷമായിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഒരു മിനി സ്വർഗാണ് ഏത്? ആദ്യത്തെ അറ. ഇനി നമ്മൾ മരിച്ചാൽ മറ്റൊരറയ്ക്ക് പോകും. അതിനിവിടെ എന്താ പറയുക? പേര് പറയുന്നത് ഓർമ്മ ഉണ്ട് എല്ലാവർക്കും. എന്നാ ഒരു സംഗതി എഴുതി വെച്ചോളി. എന്താ നിങ്ങൾ? ഖബറാകുന്ന അറയിൽ ഫ്രീ ആയിട്ട് ഒന്നും കിട്ടൂല. ഫ്രീ ആയിട്ട് ഒന്നും കിട്ടൂല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒക്കെ എന്താണ്? ഫ്രീ ആണ്. ഖബറിലോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയില്ല. ₹1 മുതൽ വെറുതെ കിട്ടൂല. പിന്നെന്താ?
അവിടേക്കാണ് ചെന്നുകൊണ്ടുമ്പോൾ തന്നെ അന്വേഷണം വരികയല്ലേ, ഇജ്ജ് എവിടുന്ന വന്നത്, ആരെ കണ്ടു കാണാണ് പോകുന്നത്, നീ എന്താ ഏതാന്ന് ചോദിച്ചിട്ട് അവിടേക്കാണ് ചെന്ന് നോക്കേണ്ട. വിവരം അറിയണമെങ്കിൽ പടച്ചോൻ ഖൈറിലാക്കട്ടെ. ആ ആ ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും, വിചാരിച്ചു ഓനോട് ആരോ ചെല്ലാൻ പറഞ്ഞിട്ട് പോവുകയാണ് അല്ലേ, പോയി വന്നോലെ ആരോ വിവരം പറഞ്ഞിട്ട് പോവുകയാണ്. എവിടേക്കാണ് ചങ്ങായി പായുന്നത്? അങ്ങോട്ട് ചെന്ന് നോക്കേണ്ടതിൻ്റെ വിവരം അറിയെങ്കിൽ നമ്മളെ ഈ ഉസ്താഖിമാരുണ്ടല്ലോ, നമുക്ക് 3 മണ്ണൊക്കെയാണ് വാരിട്ടിങ്ങാണ്ടൊക്കെ കൂമ്പാരം വെക്കുമ്പോൾ അവിടെ ഇരുന്നിങ്ങാണ്ട് പറയുന്നുണ്ട്, ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ കരീമാനിൽ അളീമാനിൽ ഹൈലാനി സായിലാനി അൽ മുസമ്മയാനി ബി മുൻകരിൻ വനകീർ. മുണ്ടാതെക്കണ്ട, മര്യാദക്ക് ചൊല്ലിക്കോളി, മൂപ്പർക്കൊരു സന്തോഷമായിക്കോട്ടെ. എല്ലാവരുടെ പേരും ഒരേമാതിരി കരുതണ്ടങ്ങൾ. മലക്കുൽ മൗത്ത് അസ്റായീൽ, നല്ലോണം ചെല്ലി തന്നെയാണ് നല്ലത്. ഇവിടെ എവിടെയെങ്കിലും കാത്തുക്കുണ്ടോന്ന് അല്ലാഹു ആലം. പടച്ചോൻ ഖൈറാക്കി തരട്ടെ. എല്ലാവരുടെ പേരും ഒരേ മാതിരി കരുതണ്ട. ചിലതൊക്കെ സിന്ദാബാദ് നല്ലോണം വിളിച്ചേണ്ടി വരും. അതിൽ പെട്ടതാണ് മുൻകർ നക്കീർ. ശരി, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്, അത് വലിയ സന്തോഷം തന്നെയാണ്. അല്ലാഹു ഖൈർ തരട്ടെ. അപ്പം മുൻകർ നക്കീർ അലൈഹിസ്സലാം അവിടെ ചെന്നോടുമ്പോൾ ചോദിക്കൽ തുടങ്ങി, മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലത്തുക. ഇങ്ങനെയാണ് ചോദ്യം തുടങ്ങുക. ഇതിനൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ടേ ജയിച്ചോൽക്ക് മാത്രമാണ് അവിടെ സുഖം കിട്ടുക. അതുകൊണ്ട് ആ പരീക്ഷയിൽ ജയിക്കാനുള്ള ഒരു ക്യാമ്പാണ് നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്നത്. എന്ത് ക്യാമ്പ് എന്നതിന് പറഞ്ഞ് വിചാരം. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് വിചാരിക്കണം. അതിനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തുടങ്ങിയത്. ഇപ്പം നിങ്ങൾക്ക് വിചാരിച്ചാൽ മാത്രം ആയില്ലേ? ആയില്ലേ? ഞമ്മക്കിങ്ങനെ ഒഴിഞ്ഞ് പെരയിൽ പോയി കുത്തുണ്ടെങ്ങാണ്ട് വിചാരിച്ചാൽ മാത്രം കിട്ടിയോ കിട്ടിയില്ലേ? അല്ലാഹു ഖൈർ തരട്ടെ. ഒരു ക്ലാസ് ആകുമ്പോഴേ നമ്മൾ മുണ്ടി തവതാരിച്ചും കൊണ്ട് പോകേണ്ടി വരും. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പം വയത് പറഞ്ഞു, മൂസാ നബിയും ഖിദർ നബിയും കൂടി പോയ കഥയാണ് തുടങ്ങിയാൽ നിങ്ങൾക്കും എനിക്കും പണിയൊന്നുമില്ല, കഷ്ടപ്പാടൊക്കെ വലുത് കഴിഞ്ഞല്ലോ. ഇത് നമ്മളിങ്ങനെ മുണ്ടി തവതാരിച്ചാലും മട്ടത്തിൽ പോകുക. അല്ലാഹു ഖൈർ തരട്ടെ. അപ്പം നമ്മളൊരു വിചാരം, പടച്ചോനെ ഇന്നെ ജനിച്ചപ്പോൾ ആരോ കുളിപ്പിച്ചു, എനിക്കറിയില്ല, ഇനി മരിച്ചുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തപ്പം എൻ്റെ സ്ഥിതി വിചാരിക്കാൻ മാത്രം ഉണ്ടോ അല്ലേ? പടച്ചോനെ എൻ്റെ ബാങ്കു ഇക്കാമത്തും കൊടുത്തു വെച്ചിക്കണ, എന്തപ്പം എൻ്റെ സ്ഥിതി? ഉമ്മയുടെ ഗർഭാശയമാകുന്ന അറയിൽ ഞാൻ താമസിച്ചു സന്തോഷത്തിൽ കഴിഞ്ഞ് ഇനി കബറാകുന്ന അറയ്ക്കാണ് പോകാനുള്ളത്. അവിടുത്തെ സ്ഥിതി എന്താണ്? വിചാരിക്കാൻ മാത്രം ഉണ്ടോ അല്ലേ? ആ വിചാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണത് എന്നറിയാം. എന്താ പറഞ്ഞത്? ഒരു ദിവസം നമ്മൾ അധികം ജീവിച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ കാണണം. ഒരു ദിവസം അധികം ജീവിച്ചാൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ കാണണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പം നമ്മൾ ഒന്നിങ്ങനെ നിൽക്കങ്ങളിൻ്റെ ഒപ്പം നമുക്കൊപ്പം പോകല്ലേ? പഠിച്ചിട്ട് കാര്യമല്ല, പഠിക്കുന്നതനുസരിച്ച് നമുക്കൊരു പരിവർത്തനം വേണം. പഠിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഒരു പരിവർത്തനം. എപ്പോഴും നന്മയിലേക്ക് ഒരു പരിവർത്തനം വേണം. നമുക്കൊരു മാറ്റം വേണം. ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മധ്യേ റസൂലുള്ള സഭയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുടുംബവുമായി പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവരിവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു റസൂലുള്ള. അപ്പോൾ ഒരു സ്വഹാബി വേഗം എഴുന്നേറ്റ് പോയി. അയാൾ പോയിട്ട് നേരെ പോയത് എവിടേക്കാ? അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോ ആ അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ എന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അപ്പൊ ഉമ്മ, നമ്മൾ തമ്മിലൊരു പിണക്കുണ്ടായിങ്ങാണ്ട് ഞാൻ പോയതല്ലേ, അതുമല്ലേ ഞാൻ ഇതുവരെ വരാതിരുന്നത്, പിന്നെ എന്തേജ് ഇപ്പൊ പോന്നു എന്ന് ചോദിച്ചു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മുന്നിലിരിക്കേനി. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, കുടുംബമായിട്ട് പിണങ്ങിയിരിക്കണമല്ലുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നിങ്ങളും ഞാനും ഉള്ള തെറ്റ് ഓർമ്മ വന്നിട്ട് പോകുന്നതാണ്. അതാണ് കേട്ടപ്പം ഉമ്മയും മോനും അല്ലേ, പടച്ചോനെ ഉമ്മാന്റെ ജ്യേഷ്ഠത്വം അനുജത്വമാണ്. അപ്പോ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വേർന്ന് സന്തോഷമായി. ആ ചെറുപ്പക്കാരൻ വീണ്ടും മുത്തുനബിന്റെ സദസ്സിൽ തിരിച്ചെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എവിടേക്കാ പോയത് എന്ന് ചോദിച്ചു. അപ്പൊ നബിയെ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉമ്മാന്റെ സഹോദരിയായിട്ട് ഒരു പിണക്കുണ്ടായിരുന്നു, ഓലേറ്റ് നന്നാകാൻ വേണ്ടി പോയതാണ് തങ്ങൾ പറഞ്ഞപ്പോ. അപ്പൊ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
നബി തങ്ങൾ പറഞ്ഞു അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മ, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മ, ഉമ്മയുടെ സഹോദരി ഉമ്മ തന്നെയാണ്. ഉമ്മാന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ജ്യേഷ്ഠത്യോ അനുജത്യോ ആകുമല്ലോ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മ, ഉമ്മയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മ തന്നെയാണ്, നിന്നെ പെറ്റിട്ടില്ല എന്നേ ഉള്ളൂ. കണ്ട നിങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു വിവരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ പറ്റിയ ഒരു പാകപ്പിഴവ് വേഗം പോയി നന്നായി. ഇതാണ് മാറ്റം. നമ്മൾ പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. പഠിക്കുന്നതനുസരിച്ച് ഒരു പരിവർത്തനം നമ്മളെ ജീവിതത്തിൽ വരണം. നമ്മൾ മാറാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമുണ്ട്? പിന്നെന്താ പഠിച്ചിട്ട് കാര്യമുള്ളത്? അപ്പം നമ്മൾ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റപ്പെടുത്തണം. അപ്പൊ എങ്ങനെയാ മാറ്റപ്പെടുത്തല്? നന്മയിലേക്ക് മാറുക. ദിവസം ഖുൽ ഹു അല്ലാഹു ഓതുന്ന ഒരാള് യാസീനും കൂടി ഓതാൻ തുടങ്ങണം. ദിവസം യാസീൻ ഓതുന്ന ഒരാള് തബാറക്കയും കൂടി ഓതാൻ തുടങ്ങണം. തബാറക്കയും യാസീനൊക്കെ ഓതുന്ന ആള് പടച്ചോനെ എനിക്ക് ഖുർആൻ ഒന്ന് ഖത്തം തീർക്കല്ലോ, അപ്പൊ അതിന്റെ പുറമെ കുറേശ്ശെ ഓതിയിട്ട് ഖുർആൻ ഖത്തം തീർക്കാൻ തുടങ്ങാം. ഇങ്ങനെ ജീവിതം ദിവസവും നമ്മൾ പരിവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് വേണ്ടത്. മാറ്റമില്ലാതെ ജീവിക്കലല്ല. സാധാരണ ഫർള് നിസ്കരിക്കണ ഒരാള്, സാധാരണ ഫർള് നിസ്കരിക്കുന്ന ആൾ, നമ്മളൊക്കെ ഇപ്പൊ ഫർള് നിസ്കരിക്കുമല്ലോ അല്ലേ? പക്ഷെ നമ്മൾ നിസ്കാരം ചിലപ്പോഴൊക്കെ എന്താ നിങ്ങൾ ഒരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ചിലപ്പോഴൊക്കെ എന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ഇപ്പൊ ഇന്നിപ്പോ നമ്മളിങ്ങനെ നോക്കിയാൽ 5 വഖത്തും ദിവസം ജമാഅത്തായിട്ട് നിസ്കരിക്കണ പോലെ ഇപ്പൊ ഈ കൂട്ടത്തിലുണ്ടോ? ചുരുക്കം ചെലവിലുണ്ടാവും. അപ്പൊ നമ്മളൊരു മാറ്റം വരുത്തുക. എന്താണ്? എനിക്കിപ്പോ വയസ്സൊരു 50ന്റെ മേലെയായി, ഒരു 50ന്റെ മേലെയായി. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഏതായാലും ജീവിച്ച അത്ര ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നണില്ല. 60ആയി അല്ലേ? അപ്പൊ എനിക്കിപ്പോ 70ആയി. ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വിട്ടുങ്ങാണ്ട് നിസ്കാരം ജമാഅത്താക്കട്ടെ എന്ന് നമുക്കൊരു മാറ്റം വേണം. ഒരു മാറ്റം വേണം. എന്തുകൊണ്ട്? നിസ്കാരം എന്ന് പറഞ്ഞാൽ അവ്വല് വഖത്തിൽ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ഹദീസിലും അതിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കാൻ അസ്വലാത്തു ലി അവ്വലി വഖത്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ വഖത്ത്. ആദ്യ വഖത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? മഗ്രിബിന്റെ ബാങ്ക് കൊടുത്താൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഉള്ളിൽ ആദ്യ വഖത്ത്. ഇങ്ങനെ ബാക്കിയുള്ള നിസ്കാരത്തിനൊക്കെ എത്ര ഉണ്ട്? ഒരു 15 മിനിറ്റ് 20 മിനിറ്റ്. ജമാഅത്തിന് എത്ര സമയമുണ്ട്? ആ സമയത്ത് നിസ്കരിക്കാം. ആ സമയത്ത് നിസ്കരിക്കുക. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കണ തന്നെയാണ്. പക്ഷെ അതൊന്ന് ചിട്ടപ്പെടുത്തിയിട്ട് ആദ്യ വഖത്തിൽ നിസ്കരിക്കുക. അങ്ങനെ ഒരു മാറ്റം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലുമായിട്ട് ഒരാൾ ളുഹറിന്റെ ബാങ്ക് കൊടുത്ത് അസറിന്റെ ഒരു 15 മിനിറ്റ് മുമ്പാവും ളുഹർ നിസ്കരിച്ചത്. പോരായിട്ടപ്പന് അത് പോരെ, മതി. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒരു സാധാരണ ഉദാഹരണത്തിൽ പറഞ്ഞുതരാം. നമ്മളെ എല്ലാവരെയും കൂടി ഒരാൾ കല്യാണത്തിന് ക്ഷണിച്ചു. കല്യാണത്തിന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു 1000 ആളുണ്ട്. അവിടെ ഒരു 1000 ആളുണ്ട്. ചോറ് കഴിക്കണ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ 100 ആൾക്ക് ചോറ് കഴിക്കാനാണ് സൗകര്യം. എത്ര ആളുണ്ട് അവിടെ? 1000 ആൾ. ചോറ് കഴിക്കാൻ സൗകര്യം എത്ര ആക്കാം? 100 ആക്കാം. അപ്പൊ എത്ര ട്രിപ്പ് ഇരിക്കേണ്ടി വരും? 10 ട്രിപ്പ് ഇരിക്കേണ്ടി വരും. ഞാനും നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരോട്ടെ, നമ്മളെ നല്ല രോഗിയുള്ള ആൾക്കാരെ നമ്മളൊന്ന് നേര് പറഞ്ഞാണ്. ഞമ്മക്കൊക്കെ ഇഷ്ടം ഏത് ട്രിപ്പിലിരിക്കല? 1-ാമത്തേലോ 10-ാമത്തേലോ ഉള്ളത് പറഞ്ഞാൽ മതി. ഞമ്മക്കൊക്കെ ആ സ്ഥലത്ത് ചെന്ന് നോക്കും ഇഷ്ടം 1-ാമത്തേൽ സീറ്റ് കിട്ടലാണോ 10-ാമത്തേൽ കിട്ടലാണോ? ആദ്യത്തേല്. അപ്പൊ ആദ്യത്തേത് കിട്ടുക എന്നുള്ളത് എന്റെ ആദ്യത്തിന്റെ പ്രത്യേകത. എന്തിപ്പോ 9-ാമത്തേൽ ഇരുന്നാല് അപ്പൊ അവ്വലി വഖത്തിഹാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇല്ലേ? ആദ്യത്തെ ട്രിപ്പിന്റെ കോണം എന്താ? അതാ ബിരിയാണിന്റെ ചെമ്പുണ്ടല്ലോ, ആ ചെമ്പാണ് പൊട്ടിച്ചൂടുമ്പോ ഒരു വാസന വരാണ്ട് അല്ലേ? ആ ബിരിയാണിന്റെ ചെമ്പിന് പൊട്ടിച്ചൂടുമ്പോ ഒരു വാസന വരുമോ? വരൂലേ? വരും. അതിന് നമ്മൾ കയ്യും കഴിക്കാൻ പോയി ഇരുന്നാല് ആ ചൂടുള്ള ബിരിയാണികളിൽ ആവി ഇങ്ങനെ എന്താ ഒരു കണ്യാങ്ങന്റെ അച്ചാറും എങ്ങനെ ഉണ്ടാവും? ഒറ്റ കുട്ടി മുന്നില്ല, തൊള്ളയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിക്കണം. പിന്നെങ്ങനെ? അപ്പൊ അവ്വലി വഖത്തിഹാ മനസ്സിലായോ?
അവ്വലി വഖത്തിഹ ഇതന്നെയാണ് നിസ്കാരം. ബാങ്കാണ് കൊടുത്തിട്ട് ആദ്യത്തെ വഖത്തിലാണ് നിസ്കരിച്ച ആ ചെമ്പ് പൊട്ടി ചൂടുമുള്ള ബിരിയാണിയാണ്. അതിന്റെ കൂലി വേറെ തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ 10ാമത്തെ ട്രിപ്പിൽ ഇരുന്ന് നോക്കുമ്പോൾ നിങ്ങൾ ബിരിയാണി തന്നെയാണ്. ചിലവർക്ക് ബിരി കിട്ടി, ചിലവർക്ക് ആണി കിട്ടി. അതെന്നെ തണുത്തിട്ട് അതിൻ്റെ ആദ്യം ബയിച്ചോലെ അഭിപ്രായം പീഡിയക്കൊലയും അഭിപ്രായം ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആദ്യം ബയിച്ച ആൾക്കാർ എന്താ ചോറ് എന്താ ചോറ്, അവസാനം ബയിച്ചോ ഉണ്ടാതെ നിൽക്കുകയാണ്. എന്ത് ചോറിനെ പറ്റിയാണ് ഇപ്പം ഈ പറയുന്നത്? ഈ വ്യത്യാസം നമുക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ടോ അല്ലേ? എന്നാലേ ആ അസർ ബാങ്ക് കൊടുക്കണതിൻ്റെ 10 മിനിറ്റ് മുമ്പ് നിസ്കരിച്ച ദുഹുറും ബാങ്ക് കൊടുത്തോടുമ്പോൾ നിസ്കരിച്ച ദുഹുറും ഈ വ്യത്യാസമുണ്ട്. നാളെ മുതൽക്ക് ഏതാ നമ്മൾ മാറ്റം വരുത്തണ് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളെ കബറിലേക്ക് നിങ്ങളും എൻ്റെ കബറിലേക്ക് ഞാനും അല്ലേ? അപ്പൊ അള്ളാഹു ഖൈർ തിരഞ്ഞെടുത്തുകൊണ്ട് വിജയികളിൽ പെടുത്തട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മളെ മാറ്റപ്പെടുത്തണം. ഇനി അതിന്റെ വേറൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു റബ്ബി, ജമാഅത്തായി നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടും? ജമാഅത്ത് നിസ്കാരത്തിന് എത്ര കൂലി കൂടുതൽ കിട്ടും? 27 കൂടുതൽ കിട്ടും അല്ലേ? ആ ബാങ്ക് കൊടുക്കണതിന്റെ 10 മിനിറ്റ് മുമ്പ് പോയി വരുത്താക്കി. അങ്ങനെ എന്തായി? ഒരു 4 ആൾ പോയിങ്ങാണ്ട് അപ്പൊ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്. ആദ്യം നിസ്കരിച്ചതും ജമാഅത്തായിട്ട് തന്നെയാണ്. 2 കൂട്ടർക്കും ഏത് കിട്ടും? 27 കൂലി കൂടുതൽ കിട്ടും. 27 കിട്ടൂലേ? കിട്ടും. പക്ഷേ 27 പറഞ്ഞിട്ടുള്ളൂ. എവിടുത്തെ 27 പറഞ്ഞിട്ടില്ല. ആ അവസാനം നിസ്കരിച്ചോന് ഇന്ത്യൻ്റെ 27 കിട്ടും. അവല് വക്കത്തിൽ നിസ്കരിച്ചോന് സൗദിന്റെ 27 കിട്ടും. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒക്കെ അതിലെ പോയി വന്നവരാണ് ഈ ഇരിക്കണതൊക്കെ. ആരതിൽ വിമാനം കയറാത്തവരുള്ളത്? ദുബായിന്റെ 27 കിട്ടിയിട്ട് അത് മോങ്ങം ബൈക്കിന് ചവിട്ടിയാണ്ടല്ലോ ഇവിടെ എത്തുമ്പോൾ തന്നെ പൈസ എത്ര ഉണ്ടാവും? ആ വ്യത്യാസം ഉണ്ടാവും. ആദ്യ വക്കത്തിൽ നിസ്കരിക്കാൻ കിട്ടുന്ന 27ഉം അവസാനത്തിൽ കിട്ടുന്ന 27ഉം അതിന്റെ മര്യാദക്ക് ചെയ്താൽ കിട്ടുന്ന 10ഉം അല്ലാത്ത 10ഉം വലിയ വ്യത്യാസമുണ്ട്. ഒന്നിന് 10 കിട്ടും മുഹമ്മദ് മുസ്തഫ. ഇന്ത്യൻ്റെ 10 വേണോ? സൗദിന്റെ 10 വേണോ? കുവൈത്തിന്റെ 10 വേണോ? അമേരിക്കന്റെ 10 വേണോ? അത് ഓരോരുത്തർ തീരുമാനിച്ചോളൂ. നിങ്ങൾക്ക് ഇട്ടുള്ള 10 കിട്ടിക്കോട്ടെ. അപ്പം നമ്മളെ കബറാകുന്ന സ്ഥലത്തേക്കാണ് പോയിട്ട് ഇവിടുന്ന് കബറിലേക്കാണ് ചവിട്ടി വിട്ടാൽ അവിടെ 10ന്റെ കനം കൂടണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അതാണ് മാറ്റം വരണമെന്ന് പറഞ്ഞത്. കാലാകാലം ഒന്നിലല്ല നിൽക്കേണ്ടത്. പടച്ചോനെ, ഞാൻ എത്ര കാലമായി കുൽവല്ലാഹു എനിക്കൊന്ന് യാസീൻ ഓതണ്ടേ? ഞാൻ എത്ര കാലമായി ഫർള് നിസ്കരിക്കണേ? എനിക്കൊന്ന് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണ്ടേ? പടച്ചോനെ, എനിക്കൊന്ന് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? പടച്ചോനെ, എനിക്കൊന്ന് ദുഹാ നിസ്കരിക്കണ്ടേ? ഇങ്ങനെ മാറ്റം മാറ്റം മാറ്റം. അതാണ് ദീന്. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ഇപ്പൊ നമ്മൾ ലോകത്ത് എല്ലാത്തിനും മാറ്റം വന്നല്ലോ. എല്ലാ സംഗതിക്കും മാറ്റം വന്നു. ആ മാറ്റം വന്നപ്പോൾ നമ്മൾ ഏതിലേക്ക് മാറണം? അഫ്ളലിലേക്ക് മാറണം. അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഒരു കുട്ടി കടന്നപ്പോ നല്ല സുഖല്ലേ? 2 കുട്ടിയേക്കോ അവിടെ സൗകര്യം, 3 കുട്ടിയേക്കോ അവിടെ സൗകര്യം, 4 കുട്ടിയേക്കോ. ഇപ്പൊ അടുത്ത് സൗദി അറേബ്യയിൽ ഒരു സ്ത്രീ പ്രസവിച്ചു 7 കുട്ടികൾ. വലിയ വാർത്തയായില്ല. 7 കുട്ടികൾ. 7 കുട്ടിയൊക്കെ കടക്കാൻ ഗർഭാശയം വിശാലമായോ? ആയില്ലേ? ആയില്ലേ? എന്നാ അതന്നെയാണ് ഖബർ വിശാലമാക്കണേ എന്ന് പറയുന്നത്. ഖബർ വിശാലമാക്കണേ എന്ന് പറഞ്ഞത് അതന്നെയാണ്. മനസ്സിലാക്കി? നമ്മളെ ഖബറിലാണ് പോയി കിടക്കുമ്പം എല്ലാവർക്കും ഒരു സുഖമല്ല. ഇങ്ങനെ അടങ്ങി കിടക്കലാണ്. പക്ഷെ ഖബറിൽ കിടക്കണ കൂട്ടത്തിൽ നല്ല ഫത്തഹുകളുണ്ട്. ഭാര്യയിൽ പൊട്ടണ സൈസ് അതുമുണ്ട്. പിന്നെ ഖബർ 2 ഭാഗത്ത് എടുക്കണോലുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഖബറാകുന്ന വീട്ടിലേക്കാണ് ചെന്നാൽ അവിടെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണോ? നമ്മളെ ജീവിതത്തിന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. മാറ്റം മാറ്റം മാറ്റം. അങ്ങനെ നന്മയിലേക്ക് മാറാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പം എന്നാ നമ്മളൊക്കെ നമ്മളെ നിസ്കാരം ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചാൽ തന്നെ തീരുമാനിച്ചല്ലേ? പഠിച്ചോ ആവതാക്കട്ടെ. നമ്മളൊരു അസ്മ് നമ്മൾ ചെയ്യാം. ഇനി ഞാൻ ജമാഅത്ത് കളയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. നമ്മൾ തീരുമാനിക്കുമ്പോഴല്ലേ അള്ളാഹു അതിൻ്റെ ഒപ്പം നിൽക്കല്.
നമ്മളെ മനസ്സിന്റെ ഒരു തീരുമാനം പടച്ചോനെ വാങ്ങാണ്ട് കൊടുത്താൽ ആദ്യ വക്കത്തിൽ ജമാഅത്ത് നിസ്കരിക്കണം. നമ്മളൊരു നല്ല മാറ്റത്തേക്കാണ് തീരുമാനിക്കാം. മനസ്സിലായോ? ഓരോ മാറ്റണ്ട്. ഇപ്പൊ നമ്മൾ പള്ളിക്ക് വന്ന് ഒതുകൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒതുകൊടുത്തിന് പോരാ. വീട്ടിൽ നിന്ന് തന്നെ. എന്തുകൊണ്ട്? വീട്ടിൽ നിന്ന് ഒതുകൊടുത്തിട്ട് പള്ളിക്കുള്ള നടത്തത്തിൽ ഒതുവോട് കൂടെയുള്ള നടത്തം, ഒതുവോട് കൂടെയുള്ള നടത്തം. നമ്മൾ നടക്കുമ്പോൾ ഇടത്തെ കാല് ഒരടി വെച്ചാൽ 10 അടിന്റെ പ്രതിഫലം കിട്ടും. ഈ വലത്തെ കാല് വെച്ചാൽ 10 അടിന്റെ പ്രതിഫലം കിട്ടും. എങ്ങനെ പ്രതിഫലം? വലത് കാൽ വെച്ചതിന് 10 അടി സ്വർഗത്തിൽ കടക്കും. ഇടത്തെ കാല് വെച്ചതിനേക്കും 10 അടി നരകത്തിൽ നിന്ന് ദൂരെ പോകും. അപ്പൊ നമ്മളെ കാലടി വെച്ചത് ഒതുവോട് കൂടെ ആയാലോ? അല്ലാഹു റബ്ബി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഒതുവോട് കൂടെ നടക്കാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പൊ ഒതുവോട് കൂടെ നടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ പള്ളിക്കൊക്കെ നിസ്കരിച്ചാണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് ഇങ്ങനെ പോരാ. അപ്പൊ ഇന്റെ പേരിന്ന് ഞാൻ ജമാഅത്തിന് പള്ളിക്കൊക്കെ നടന്നാൽ വീട്ടിൽ നിന്ന് പള്ളിക്കെത്തുമ്പോഴൊക്കെ 11 ഖുൽ ഹുവല്ലാഹു പൂർത്തിയാവും. ദിവസം ഒരു 11 സുബൈക്ക് വെറുതെ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് സ്വലാത്തും ചെല്ലിങ്ങാണ്ട് പോരാ. അപ്പൊ ഒരു 11 സ്വലാത്തും കിട്ടും. ഞാൻ പറയണത് നമ്മൾ ആഖിറം സമ്പാദിക്കാൻ അതിനായിട്ട് മെനക്കെട്ടിരിക്കാൻ എപ്പോഴും സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് കിട്ടുന്നതൊക്കെ ഉപയോഗപ്പെടുത്താം. കിട്ടുന്നതൊക്കെ ഉപയോഗപ്പെടുത്താം. അതാണ് വേണ്ടത്. നമുക്ക് കിട്ടുന്നത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കണം. അതല്ലേ എന്തെല്ലാം സമ്പാദ്യങ്ങളുണ്ട് എളുപ്പത്തിൽ കിട്ടാനുള്ള. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം. അങ്ങനെ നന്മയിലേക്ക് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അല്ലാഹു റബ്ബി ഒറ്റക്കും കൂട്ടമായി. അതാണ് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം. എന്താണത്? നമ്മളിപ്പോ ഇവിടെ താമസിക്കുമ്പോൾ ഇത് ഏതാ? നമ്മളെ മുസ്ലിം ജമാഅത്ത് അല്ലേ? മുസ്ലിം ജമാഅത്ത്. അതേപോലെ തന്നെ നമ്മളെ SYS, SSF ഇതൊക്കെ ഒരു കൂട്ടമായിട്ടാണ്. ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ്. ജനാധിപത്യത്തിൽ നല്ലത് ഒറ്റക്ക് നിൽക്കലോ കൂട്ടത്തിൽ നിൽക്കലോ? ഏതാണ്ട് ഒറ്റക്ക് നിൽക്കലോ കൂട്ടത്തിൽ നിൽക്കലോ? ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായാൽ ഒരാൾ സ്വന്തം കൊടി പിടിച്ചിട്ട് സിന്ദാബാദ് ഇങ്ങനെ വിളിച്ച് പോകലാണോ ജനാധിപത്യത്തിൽ നല്ലത്? ഒരു 100 ആളൊപ്പം പോകലാണോ? 100 ആളൊപ്പം പോകൽ. അപ്പൊ ജനാധിപത്യത്തിൽ നല്ലത് എന്താണ്? ഒരുമിച്ച് നിൽക്കലാണ്. ഇനി അള്ളാന്റെ ദീനിൽ നല്ലത് ഏതാണ്? ദീനിൽ നിൽക്കൽ ഒരുമിച്ച് നിൽക്കലാണ്. ഒറ്റക്ക് നിസ്കരിച്ചാലുള്ള കൂലിയും ജമാഅത്ത് നിസ്കരിച്ചാലുള്ള കൂലിയും തമ്മിൽ എത്ര വ്യത്യാസം? 27 വ്യത്യാസം. കാരണം നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ സുബൈ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ജമാഅത്താണെങ്കിലോ നിങ്ങളും ഉണ്ടാത്ത. ഞാൻ എൻ്റെ നാട്ടിലാണ് പറയണത്. ഒറ്റക്കാണെങ്കിൽ സുബൈ എത്ര റക്അത്ത് മതി? 2 റക്അത്ത് മതി. ജമാഅത്താണെങ്കിലോ നാളെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ചോദിച്ചേ, ഇവിടെ കോഴി ഉകല ആദ്യം ബാങ്ക് കൊടുക്കല ആദ്യം എന്ന് ചോദിച്ചാൽ അപ്പൊ ഒരാൾ രണ്ടും കേൾക്കാം, രണ്ടും നീച്ചലില്ല. അപ്പോ അങ്ങനെ ആയാൽ പറ്റൂല. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പൊ നമ്മള് ഒറ്റക്കാണെങ്കിലും 2 റക്അത്താണ്, ജമാഅത്താണെങ്കിലും എത്ര തന്നെയാണ്? 2 റക്അത്താണ്. പിന്നെ എവിടുന്ന് ഇപ്പൊ 27 കൂടിയത്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സംഘടന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, SYS എന്ന് പറഞ്ഞാൽ, സമസ്ത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ സംഘടിത രീതിയാണ് അല്ലേ? എന്താണ് സംഘടിത രീതി എന്ന് പറഞ്ഞാൽ? നമ്മളൊരു നേതൃത്വത്തെ അംഗീകരിച്ച് പ്രവർത്തിക്കാം. ഒരു നേതൃത്വത്തെ സ്വീകരിച്ച്. ഈ നൂറ്റാണ്ടിൽ നമ്മളെ ഏറ്റവും വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇന്ത്യയിൽ ജനിച്ച ഒരു പണ്ഡിതൻ, കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, നമ്മുടെ മലപ്പുറം കോഴിക്കോട്ട് കൂടെ താമസിച്ചു വരുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ, കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും അംഗീകാരം ലഭിക്കുന്ന പദവി ലഭിച്ച ഒരാളെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുസ്ലിം പണ്ഡിതനെ പറയാൻ AP ഉസ്താദ് അല്ലാതെ മറ്റൊരാളെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഒരാളും നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ നോക്കി, ഇപ്പൊ ഉസ്താദിന് വയസ്സ് എത്രയാണെന്ന് അറിയാം? 89. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ.
ഞാൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഉസ്താദിൻ്റെ ഒന്നിച്ച് 28 പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ മർക്കസിൻ്റെ ഹജ്ജ് തുടങ്ങിയിട്ട് ഞാനല്ലാത്ത ഒരാൾ അമീറായി പോയിട്ടില്ല. അത് എല്ലാ ബറാഅത്ത് കഴിഞ്ഞ് റമദാനിൻ്റെ ഇടയ്ക്ക് ഉസ്താദിൻ്റെ ഒരു വിളി വരും, ഹജ്ജിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് ഈ 30 കൊല്ലമായി. കഴിഞ്ഞ 2 കൊറോണ സമയത്ത് ഉസ്താദ് ഉണ്ടായില്ല, ആ ക്ഷീണം പിടിച്ച് കിടന്ന സമയത്ത് ഉസ്താദ് ഉണ്ടായില്ല. ബാക്കി എല്ലാ സമയത്തും ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ 2 കേരള യാത്ര നടന്നു. ആ 2 കേരള യാത്രയിലും ഒരു പക്ഷേ ഉസ്താദിൻ്റെ വണ്ടിയിൽ, അല്ലെങ്കിൽ മുന്നിലെ വണ്ടിയിൽ, അല്ലെങ്കിൽ ബാക്കിലെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ഉസ്താദിൻ്റെ ഹദ്ദാദ്, ഉസ്താദിൻ്റെ ദിക്ർ, ഉസ്താദിൻ്റെ മഹദറത്തുൽ ബദരിയ, ഉസ്താദിൻ്റെ സ്വലാത്ത് ഒന്നും എണ്ണം കൃത്യം തെറ്റൂല. ഇതൊക്കെ നടക്കുമ്പോഴും അതൊക്കെ അങ്ങനെ നടക്കണ്ടോ. നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തിൽ എന്താ പറയാ, എന്തേക്കാരും അവിടുത്തെ അവസ്ഥ, ആ വക ബേജാറിലൊക്കെയാണ് നമ്മൾ. മൂപ്പരെ തസ്ബീഹ് മറിച്ചിട്ട് അങ്ങനെ. ഒരു കൊല്ലം ബഹുമാനപ്പെട്ട AP ഉസ്താദ് മദീനത്തിൽ നിന്ന് മൂപ്പർക്ക് യാത്ര ചെയ്യാൻ മുത്തവഫിന്റെ കാറൊക്കെ ഉണ്ട്, പക്ഷെ ഉസ്താദ് പറഞ്ഞു ഞാൻ ഹാജിമാരൊപ്പം ബസ്സിന് പോരുകയാണ്. ആകെ ബേജാറായി നമുക്ക്. ഉസ്താദ് നമ്മളൊപ്പം ബസ്സിന് വരാൻ 450 കിലോമീറ്റർ ഇല്ലേ, അല്ല ഞാൻ ബസ്സിന് വരാം. ഉസ്താദിന് എന്തോ ഒരു സന്തോഷം അങ്ങനെ പോരാൻ. അല്ലാഹു റബ്ബി, ഉസ്താദ് ബസ്സിന് പോന്നു. ദുൽഹുലൈഫയിൽ പോയി, ഹജ്ജിന്റെ മീഖാത്തിൽ പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ലബ്ബൈക്കും ചൊല്ലി ബസ് കയറി. ഉസ്താദ് ആ ബസ്സിൽ നിന്ന് ഉറക്ക ലബ്ബൈക്ക് അങ്ങനെ ചൊല്ലി, ഒരു 100 ലബ്ബൈക്കാണ് ചൊല്ലിയിട്ട് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു ദ്വാർന്നു. എന്നിട്ട് ഉസ്താദ് ബദരിയത്ത് തുടങ്ങി. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്റൻ അലൻ നഅമായി. അങ്ങനെയാണ് ചൊല്ലിയിട്ട് വബിഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി ഐളൻ വഇമാൻ അല്ലദി ഖദ് ഹാസ മിൻ ഇദ്ഹാകി ഖൈറിൽ ഖൽഖി കുല്ല മുനായി. ബദരിയത്ത് ബൈത്ത് മുഴുവനും കാണാതെ ചൊല്ലിയിട്ട് ഉസ്താദാണ് ദ്വാരുന്നത്. എന്നിട്ട് ചോദിച്ചു, ആരത്തും ചീരിനില്ലേ ചോദിച്ചു. അപ്പൊ കുറച്ച് ആൾക്കാരത്തൊക്കെ ഇങ്ങനെ കണ്ണൂർക്കാർ കണ്ടു നടക്കും, ഓരോരുത്തർ കുറച്ച് കാര്യപ്പെട്ട ചീരിനൊക്കെ ഉണ്ട്, അതൊക്കെയാണ് കൊടുത്ത്. അത് കഴിഞ്ഞങ്ങാണ്ട് ഉസ്താദ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണ ബദരിയത്തുണ്ടല്ലോ ഞമ്മക്ക് തന്നെ, ഏത് സ്വലാത്തുന്നലാ നൂരിൽ ഞാനൊന്ന് നോക്കിയത് എങ്ങനെ ഉണ്ട്, അള്ളാഹു ഖൈറാക്കി തരട്ടെ. അപ്പോ അതാണ് ചൊല്ലിയിട്ട് ഉസ്താദ് പറഞ്ഞു ചീരിനില്ലേ വെച്ചു. പടച്ച തമ്പുരാനെ, അത് ചൊല്ലിക്കഴിഞ്ഞാണ്ട് പിന്നെ കുറെ ലബ്ബൈക്കാണ് ചൊല്ലിയിട്ട് യാ അഹ്ല ബദരിൻ കുല്ലക്കും കൂനൂ ലനാ شفعاء في تسخيرنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ അത്ഭുതപ്പെട്ടു. ആ ബദരിയത്തൊക്കെ കാണാതെ ഇങ്ങനെ ചെല്ലുക. അപ്പൊ ഇന്റെ തമാശക്ക് ഞാൻ ചോദിച്ചു, എപ്പോഴും ഇതൊക്കെ കാണാതെ പഠിച്ചത് ചോദിച്ചു. ഇൻ്റെ ഒരു തമാശ എല്ലാവരും നടക്കും. അപ്പനോട് പറഞ്ഞു, മോനെ ഇതൊക്കെ ചെറിയ പ്രായത്തിൽ ഉമ്മയും ബാപ്പിയും ചെല്ലണ കേട്ടുങ്ങാണ്ട് ഒപ്പം ഇരുന്ന് അങ്ങനെ ചൊല്ലി പഠിച്ചു. അതിൻ്റെ പുറമെ ഉസ്താദ് മഹദറത്തുൽ ബദരിയ 20ാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയതാണ്. എത്രാമത്തെ വയസ്സിൽ? 20ാമത്തെ വയസ്സിൽ. ഇപ്പോൾ ഉസ്താദിൻ്റെ വയസ്സത്തിലാണ് 89. ഇപ്പൊ ഈ സമയത്ത് ഉസ്താദ് എവിടെയുള്ളത്? അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഉസ്താദ് ഉള്ളത് ബഗ്ദാദിൽ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ അവിടെ സിയാറത്ത് ചെയ്യാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോ ആ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെ അവസാനിപ്പിക്കണ സമയത്ത് മൂപ്പർ വേണ്ടി ഇനി ഇമാമുൽ അഅ്ളമിൻ്റെ അവിടേക്കാണ് പോണത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അഅ്ളമിയ്യ. ഇപ്പോൾ ഉസ്താദ് ഉള്ളത് എവിടെയാണ്? ബഗ്ദാദിൽ. നോക്കിയും വയസ്സ് 89. നമ്മളെ ഹക്കീം അസ്ഗരി പോണ യാത്ര ഉണ്ടല്ലോ, നമ്മളെ SYSന്റെ യാത്ര പോയില്ലേ? നിങ്ങളാരും അറിഞ്ഞില്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അവിടെ കോട്ടൊക്കെ.
പോയിന അള്ളാഹു റാഹത്ത് തരട്ടെ ഇല്ലേ അള്ളാഹു റബ്ബി. അപ്പൊ അത് അവസാനിക്കണത് എന്നാണ്? 1-ാം തീയതി. സമാപനം എന്നാണ്? 1-ാം തീയതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആ 1-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് ഉസ്താദ് തിരുവനന്തപുരത്തെത്തും. അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും എന്താണ് ഉസ്താദിന്റെ ഒരവസ്ഥ. ആ ഉസ്താദ് അവർകൾ ആ മഹദറത്തുൽ ബദരിയത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് 20-ാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പത്തരായി 89ആയി. ഒരു ദിവസം ഉസ്താദിൻ്റെത് മുടങ്ങാറില്ല. ആ മഹദറയാണ് നമുക്ക് ചെല്ലാൻ വേണ്ടി തന്നിക്കണത്. ഉസ്താദ് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ മക്കത്തെ പണ്ഡിതൻ അല്ലാമ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മദീന മുനവ്വറയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഹസൻ ഷദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി, കുവൈത്തിലുള്ള ബഹുമാനപ്പെട്ട ഹാഷിം റിഫായി റഹ്മത്തുള്ളാഹി, മക്കത്തുൽ മുക്കറമയിലെ 60 രാജ്യത്തെ പണ്ഡിതന്മാർ അല്ലാമ മാലിക്കിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അവിടുന്ന് ഉസ്താദ് ഞങ്ങൾക്ക് അവിടെ ബദറിൽ പോയി. അന്ന് 20 കൊല്ലം മുമ്പ് ബദറിൽ കാവല് നിൽക്കണ ഒരു തങ്ങളുണ്ട് ആ ഗേറ്റിന്റെ അടുത്ത്, ഒരു പാവം മനുഷ്യൻ. ഉസ്താദിനെ കണ്ടപ്പം അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു ഉസ്താദിന്. ബദറിന്റെ ഉള്ളിൽ പോയി 360 ബദിരീങ്ങളാണ് ഉസ്താദിന്റെ അടുത്ത്. നമ്മളൊക്കെ എത്ര ബദിരീങ്ങൾ പറയല്? എത്ര പറയല്? 313 എന്ന് പറഞ്ഞാൽ അത് സമരത്തിന്റെ മുന്നിൽ നിന്നോലാണ്. ഇവരവിടെ യുദ്ധം ചെയ്യുമ്പം അപ്പുറത്ത് മരുന്നുണ്ടാക്കണോര്, ഭക്ഷണം ഉണ്ടാക്കണോര്, ബാക്കി സൗകര്യം ചെയ്യണോര് ഓരൊക്കെ ആരെന്നെയാണ്? ബദിരീങ്ങളാണ്. 360 ബദിരീങ്ങളെ പേരിലും ഉസ്താദ് സലാം ചൊല്ലി. എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, ബദിരീങ്ങളെ, ഇന്റെ നാട്ടുകാരായ മുഅ്മിനീങ്ങള് ബദിരീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്റെ നാട്ടില് പള്ളി, മദ്രസ, ദർസ്, കോളേജ്, ദീനീ പ്രവർത്തനം നടത്താൻ അവിടുത്തെ പ്രവർത്തകരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ബദറിന്ന് ഉസ്താദ് ബദിരീങ്ങളെ സമ്മതം വാങ്ങി. അവിടുന്ന് മുഹമ്മദ് മാലിക് തങ്ങൾ അങ്ങനെ ഈ മഹാന്മാരെ മുഴുവനും ഇജാസത്ത് വാങ്ങിയിട്ട് ഉസ്താദ് ജീവിതത്തിൽ മുഴുവനും പതിവായി ചൊല്ലിക്കൊണ്ടിരുന്ന ആ ബദരിയത്താണ് ഞമ്മക്ക് ചെല്ലാൻ വേണ്ടി തന്നിക്കണത്. മാസത്തിൽ ഒരിക്കലെങ്കിലും അത് കൃത്യമായി ചൊല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹ്ളറത്തുൽ ബദരിയ നിങ്ങൾ കരുതിയ ഫലം അല്ല, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്ത് ഫലം കിട്ടും. പക്ഷെ എന്തു വേണം? ചൊല്ലിക്കൊടുക്കുന്ന ആൾക്ക് മുഖദ്ദം എന്നാ പറയാം. അയാൾ ഉസ്താദിൻ്റെ അടുത്ത് ഇജാസത്ത് വാങ്ങണം. അപ്പോഴാണ് ഫലം കൂടുക. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? ആചാര്യം നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗുളിക വാങ്ങാം അല്ലേ? അയാൾ പനിൻ്റെ ചെറിയൊരു ഇതുണ്ടാടാ, ഒരു ഓക്കാനൊക്കെ അതും വരുന്നുണ്ട്. ഒരു ഗുളിക ആട്ടിക്കാരനെ നമുക്ക് പോയി വാങ്ങിച്ചാൽ. അതേ സമയത്ത് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടർ എന്ത് ചെയ്യുക? ആ ഡോക്ടർ ഒരു ഗുളികക്ക് എഴുതി തരാം. ഇത് രണ്ടും തമ്മിൽ ഏതാ വാങ്ങാൻ നല്ലത്? ഡോക്ടർ എഴുതി തന്നത് അതാണ് മഹാന്മാര് പറഞ്ഞു തന്ന ദിക്ർ. അതിനാണ് ഏത് എന്ന് പറയുന്നത്? ഇജാസത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡോക്ടർ എഴുതി തന്ന ചീട്ടും കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോവുക, അതാണ് ഇജാസത്ത് വാങ്ങുക എന്ന് പറഞ്ഞത്. അപ്പോ മുഖദ്ദം ഞങ്ങളാ നിലമ്പൂര് ഭാഗത്ത് കൂടെ ഒക്കെ ഫസ്റ്റില് മഹദറ തുടങ്ങിയപ്പം പള്ളിക്കലൊക്കെ ഉണ്ടേന് ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരൊക്കെ നമ്മൾ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേറ്റ് മുഖദ്ദമായി ഇജാസത്ത് വാങ്ങി. നമ്മളെ പള്ളിന്റെ ചെല്ലണ കൂട്ടത്തിൽ, ഇവിടെ നാട്ടിലെ ചെല്ലണ കൂട്ടത്തിൽ ഒരു 4 ആളും പോയി. അപ്പോർക്കൊക്കെ ഒരു ഒരാളെങ്കിലും ഇജാസത്ത് വാങ്ങിയ ആളുണ്ടാകുക. ഇപ്പൊ കൊല്ലം 10 പിന്നിട്ടപ്പോൾ ഇപ്പൊ വരുന്ന 10-ാം തീയതി ഞങ്ങൾ AP ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് നിങ്ങളെ മഹദറത്തുൽ ബദരിന്റെ ഇജാസത്ത് വാങ്ങിയ ആൾക്കാരിൽ കാരണന്മാർ ചിലരൊക്കെ മരിച്ചുപോയി. ഉസ്താദന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പള്ളി മാറിപ്പോയി. അതുകൊണ്ട് ആ മഹദറക്ക് വേണ്ടി ഇജാസത്ത് തരണം. എന്താണത്? ഉസ്താദിന്റെ കൈയുള്ള താവഴി, അത് ഒരുപാട് മഹാന്മാരാണ്. ആ താവഴി ഒന്ന് കൈപിടിച്ചിട്ട് എനിക്കെൻ്റെ മശായിഖുമാർ തന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇജാസത്ത് തന്നു. അത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദിനോട് വാങ്ങിയാൽ മതി. അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സുബ്ഹാൻ ഹദ്ദാദിന് അതേപോലെ തന്നെ മഹദറക്ക്, അസ്മാഉൽ ഹുസ്നക്ക് ഒക്കെ നമ്മൾ ഒരു പൊരുത്തപ്പെട്ട ഒരാളെ ഒരു സമ്മതം എന്താണ് എന്നാൽ അവിടുന്ന് അങ്ങനെയാണ്.
അപ്പോ നമ്മളെ രോഗത്തിന്റെ ശിഫയാണ് മഹദറത്തുൽ ബദരിയ, നമ്മളെ അപകടത്തിന്റെ കാവലാണ് മഹദറത്തുൽ ബദരിയ, നമ്മളെ ആഫത്ത് തടുക്കാനാണ് മഹദറത്തുൽ ബദരിയ. മഹദറത്തുൽ ബദരിയ ഒരു മാസത്തിൽ ഒരു ദിവസം അത് കൃത്യസമയത്ത് ചെല്ലുക, കൃത്യമായിട്ട് ചെല്ലിപ്പോരുക. അള്ളാഹു ആവതാക്കട്ടെ. അത് വലിയ സംഗതിയായിട്ട് നിങ്ങൾ കാര്യമായിട്ട് അതെന്താക്കണം, സംഘടനാ പ്രവർത്തകർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അത്ര പൊരുത്തമുള്ള ഒരു ദിക്റാണ്, അത്ര പൊരുത്തപ്പെട്ട സംഗതിയാണ്. മനസ്സിലായോ? എന്നാ നമ്മൾ അങ്ങനെ ഒരു പതിവ് കൂടാണ് തീരുമാനിക്കല്ലേ. എന്നാ ഒന്ന് ചൊല്ലിക്കാണി സ്വലാത്തുൻ അലാ നൂരിൽ ബദരീങ്ങളെ കൊണ്ട് ഈ നാടിനും നാട്ടുകാർക്കും വീടിനും സ്വത്തിനും നീ കാവലാകണേ അല്ലാ. ഞാൻ പടച്ചോനെ ഞങ്ങളെ മക്കളും കുട്ടികളും കുടുംബങ്ങളൊക്കെ കുറെ വിദേശത്ത് അബുദാബിയിലും ദുബായിലും സൗദിയിലും മറ്റ് പല രാജ്യത്തുമുണ്ട്, അവർക്കൊക്കെ നീ തണലാകണേ അല്ലാ പടച്ചവനെ. ഇനി നമ്മൾ ചിന്തിക്കാം. അപ്പോ നമ്മൾ ഒറ്റക്ക് നിൽക്കുന്നതും കൂട്ടമായി നിൽക്കുന്നതും അതാണ് ഈ ഇജാസത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അതൊരു കൂട്ടമായി നിൽക്കലാണ്. എന്താണ് ഖുർആനിന്റെ ഒരു ഉത്ബോധനം നമ്മളോട്? വഅ്തസിമൂ ബിഹബ്ലില്ലാ, നിങ്ങൾ കൂട്ടമായിട്ട് നിൽക്കണം. കൂട്ടമായിട്ട് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലൈക്കും ബിൽ ജമാഅ, നിങ്ങളൊക്കെ എന്താക്കണം, ഒരു സംഘടിതമായിട്ട് നിൽക്കണം. മുസ്ലിം ജമാഅത്തിൽ നിൽക്കുക. ഒരു പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ, മറ്റൊരു പ്രായത്തിലുള്ള ആൾക്കാർ SYS നിൽക്കുക, ഒരു പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ, ചെറിയ കുട്ടികളും മക്കളൊക്കെ SBS നിൽക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ നമ്മളെ പള്ളി മദ്രസ പോലത്തതൊക്കെ എങ്ങനെ നിൽക്കണം, ഒരു ഉത്തരവാദിത്തത്തിൽ നിൽക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, നമ്മളെ കേരളത്തിൽ എവിടെ മദ്രസ ഉണ്ടോ അതിനൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലേ? എന്തുകൊണ്ട്? നമ്മളൊരു വിദ്യാഭ്യാസ ബോർഡ്, നമ്മളെ വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അംഗീകാരം എങ്ങനെയാണ്? കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി, ഇതൊക്കെ അംഗീകരിച്ച രേഖ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡുള്ളത്. ഇതിനൊക്കെ ഡൽഹി കേന്ദ്രമായി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷന്റെ ആള് ഓൻ്റെ ജോലി അവസാനിപ്പിച്ചു മദ്രസ പൂട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന വന്നില്ലേ? ആ പ്രസ്താവന വന്നപ്പോൾ തന്നെ നമ്മൾ കോടതിയെ സമീപിച്ചു. പൂട്ടേണ്ട മദ്രസ ഏതാണെന്ന് വെച്ചാൽ പൂട്ടിക്കോളൂ. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന മദ്രസ ഏതാണ്? അത് കേരള ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്. അതോടുകൂടെ നമ്മളെ വിഷയം സലാമത്തായി. ആ വിഷയം അവിടെ നിന്നല്ലോ. അപ്പൊ നമ്മളെ മദ്രസ നമ്മൾ ഒറ്റക്ക് നടത്തലല്ല, ഏതിൽ വേണം? ഒരു കൂട്ടത്തിൽ നിൽക്കാം. ഇനി നമ്മളെ പള്ളി പഴയ കാലത്തെ പോലെയല്ല. നമ്മളെ പള്ളികളൊക്കെ എന്താക്കണം? മുസ്ലിം ജമാഅത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഇവിടെ ചെയ്തിട്ടുണ്ടാവും എന്നാ ഞാൻ വിചാരിക്കണം. ചെയ്തിക്കണം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. അജ്മീർ ഷെരീഫ് ഞങ്ങളതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ രംഗത്ത് വന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പം നമ്മൾ വായിച്ചത്. കഴിഞ്ഞ നമ്മൾ വായിച്ചു, ജാർഖണ്ഡ് ഗവൺമെൻറ് ആ സംസ്ഥാനത്തിൽ വെള്ളിയാഴ്ച പള്ളിക്കൽ ഖുത്ബ ഓതണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഖുത്ബ ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്നിട്ട് ഓരോ അംഗീകരിച്ചെങ്കിലേ എന്താക്കാൻ പറ്റുള്ളൂ? ഖുത്ബ ഓതാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ മുസീബത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ മുസീബത്തൊന്നും വരാതിരിക്കാൻ ബദരീങ്ങളെ മഹദറത്തുൽ ബദരിയ വന്നാൽ അതിനെ തടുക്കാൻ നമ്മൾ ഒറ്റക്കാകാൻ പറ്റൂല. അപ്പൊ നമ്മളെ ഈ പള്ളി മുസ്ലിം ജമാഅത്തിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ വെക്കാം. എന്തിന്? ഇനിയുള്ള കാലത്ത് നമ്മൾ പണ്ടത്തെ പോലെയല്ല. പള്ളി മദ്രസയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ആധാരം, അടിയാധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി, നമ്മളെ കറണ്ട് ബില്ല് അടച്ചത്, ഇതൊക്കെ എന്താക്കണം? ഒരു ഫയൽ സിസ്റ്റത്തിൽ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടേ പോരണം. എന്തിന്? ഇത് നൂറ്റാണ്ടുകൾ നമ്മളെ കയ്യിലുള്ള മുതലാണ്. ഇത് നൂറ്റാണ്ടുകൾ നമ്മളെ സ്വത്താണ്. ഇത് വഖഫ് സ്വത്താണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം നമ്മൾ പള്ളി ആവട്ടെ, മദ്രസ ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാവട്ടെ, ഒരു കൂട്ടത്തിൽ നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. അലൈക്കും ബിൽ ജമാഅ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്താവണം? സംഘബലത്തിൽ നിൽക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ സംഘബലത്തിൽ നിന്നാൽ? ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലിയാണ് ഏതിന്? ജമാഅത്ത് നിസ്കാരത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലേ? അല്ലാഹു റബ്ബി ഹബീബുനാ റസൂലുള്ളാഹ് ആമുറുക്കും ബിഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്
ഈ ഉമ്മത്തിനോട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലാദ്യം എണ്ണിയത് ബിൽ ജമാഅ, നിങ്ങളൊരു സംഘബലത്തിൽ നിൽക്കണം, ഒറ്റക്കൊറ്റക്കല്ല. സംഘടിതമായി നിൽക്കുമ്പോൾ എന്താണത്? ഒരു നേതൃത്വത്തെ സ്വീകരിച്ച് നിൽക്കലാണ്. ഒരു നേതൃത്വത്തെ സ്വീകരിച്ച് നിൽക്കലാണ് സംഘബലത്തിൽ നിൽക്കൽ. അങ്ങനെ നേതൃത്വത്തെ സ്വീകരിച്ച് നിൽക്കാം, അതാണ് സംഘബലത്തിന്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ്. അപ്പോ സംഘബലത്തിൽ നിൽക്കുക. എന്താ സംഘബലം? ഒരു നേതൃത്വത്തെ സ്വീകരിച്ച് നിൽക്കുക ഏത് സംഗതിക്കും. അപ്പൊ അതിനെന്താ? നേതൃത്വത്തെ സ്വീകരിച്ച് നിന്നാലേ പണി കുറവും കൂലി കൂടുതലുമായിരിക്കും. പണി കുറവും കൂലി കൂടുതലുമായിരിക്കും. ആണോ അല്ലേ? ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ വരുമ്പോ മഞ്ചേരി മലപ്പുറത്തിന്റെ ഇടക്ക് ഒരു പള്ളിക്കല നിസ്കരിച്ചാൽ കാര്യം. എനിക്ക് നിങ്ങളെടുത്തേക്ക് എത്തായിട്ടുള്ള ബേജാറുണ്ടോ അല്ലേ? ഇവിടെ അസറിന്റെ ശേഷം തന്നെ ആര് വരുന്നുണ്ട്? അലി ഉസ്താദ് വരുന്നുണ്ട് അല്ലേ? നിങ്ങളൊക്കെ പാടെ വന്ന് ഇരിക്കണമുണ്ട്. ഞാനാണിച്ച് ആ മഞ്ചേരി എത്തിയപ്പോൾ അവിടെ ഒരു ബസ് അവിടെ പിന്നെ സ്വീപ്പായിക്കാണ്ട് എന്തുണ്ട്, കുറച്ചു നേരം അവിടെ ഇങ്ങനെ റോഡ് ബ്ലോക്കും ഉണ്ട്. ഇതൊക്കെ പാടെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയാണ്. ഞാൻ മാത്രമല്ലല്ലോ റോട്ടിലുള്ളത്. അപ്പം നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിക്ക് കയറി. ആ പള്ളിക്ക് കയറിയപ്പോൾ എന്താ നിങ്ങൾ, ആ പള്ളിക്കാണ് കയറി ഓടുമ്പോൾ ഞാനിങ്ങനെ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാൻ എത്തിയപ്പോഴേക്ക് മൂലാർ പോയി. മൂലാർ പോയി. ഞാൻ ബിസ്മില്ലാഹി പൗതിയായിട്ടുള്ളൂ. അപ്പം തന്നെ മൂലാർ റുക്കുവയിൽ പോയി. ആ ബിസ്മി പൂർത്തിയാക്കി ഞാനും എന്തായി റുക്കുവയ്ക്ക് പോയി. 27 ഉറച്ചിലെ. അത് നിങ്ങൾ പറയാതെ ഞാൻ അപ്പുറത്തേക്കാണ് പോവില്ല. റുക്കുവയിൽ കിട്ടിയാൽ 27 ഉറച്ചിലെ ഉറച്ചു അല്ലേ? ഇനി നിസ്കരിക്കണതിനൊക്കെ എന്ത് കിട്ടും? 27 ഇരട്ടി കൂടുതൽ കിട്ടും. 27 ഇരട്ടി കൂടുതൽ കിട്ടും. എന്തുകൊണ്ട്? ഞമ്മക്ക് ജമാഅത്ത് കിട്ടി, ഒരു നേതൃത്വത്തെ സ്വീകരിച്ചു, അതിനാണ് 27 കിട്ടിയത് അല്ലേ? 27 കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കി, നമ്മളിതിൻ്റെ ഒപ്പം നിന്നതുകൊണ്ട് ഞാൻ ജമാഅത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് 27 കിട്ടൂല. അപ്പൊ കണ്ടങ്ങൾ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നേതൃത്വത്തെ സ്വീകരിച്ച് നിന്നപ്പം എനിക്ക് 27 കിട്ടി. ഇല്ലെങ്കിൽ അത്ര കിട്ടുമോ? പണി കുറവാണോ അല്ലേ? ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ബാങ്ക് ഞാൻ തന്നെ കൊടുക്കണ്ടേ? അത് ഒഴിവായി കിട്ടി. ഇഖാമത്ത് ഞാൻ തന്നെ കൊടുക്കണ്ടേ? അത് ഒഴിവായി കിട്ടി. വജ്ജത്ത് ഞാൻ തന്നെ ഓതണ്ടേ? അത് ഒഴിവായി കിട്ടി. ഫാത്തിഹ അത് ഞാൻ തന്നെ അല്ലണ്ടേ? അതൊക്കെ ഒഴിവാണ്. കൂലി കൂടുതലുമാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ഏതിന് നിൽക്കണം? ജമാഅത്തിന് നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഓരോന്ന് പറയണമാതിരി ചിലവർക്ക് ഇതൊക്കെ ഒരു കട്ടക്കാലായിട്ടാണ് തോന്നുക. ചിലവർക്ക് എന്താണ് ഇതൊക്കെ ഒരു അടങ്ങാറായിട്ടാണ് ചിലവർക്ക് തോന്നുന്നത്. എന്നാലും ഒരു ചങ്ങായി മഗ്‌രിബ് ഒരു പള്ളിക്ക് കയറി. ഓൻ ആദ്യത്തെ അത്തയ്യാത്തിലാണ് തോന്നുന്നത്. ഏതത്തയ്യാത്തിന്? ആദ്യത്തെ അത്തയ്യാത്തിൽ. അപ്പോൾ ഒരു അത്തയ്യാത്തായി. പിന്നെ ഇമാമ് അവസാനത്തെ അത്തയ്യാത്തുള്ള പിന്നെ ഉണ്ടാകുക. അതിലും ഇപ്പോൾ രണ്ടാമത്തെ അത്തയ്യാത്തായി. പിന്നെ ഓൻ നിസ്കരിച്ചാൻ വേണ്ടി നോക്കുമ്പോൾ ഓൻ്റെ ആദ്യത്തെ അത്തയ്യാത്തായി. പിന്നെ പിറ്റത്തെ റക്കായത്തിൽ പിന്നെ അത്തയ്യാത്തായി. എല്ലാ റക്കായത്തിലും അത്തയ്യാത്ത് ഉണ്ടാവില്ലേ? അപ്പോൾ ഓൻ പറഞ്ഞു കുടുങ്ങിയവർക്ക് എവിടെ പോയാലും കൊടുക്കന്നെയാണ്. അല്ലാഹു റബ്ബി. അപ്പോൾ ഇങ്ങനെ കരുതിങ്ങാണ്ട് നിന്നാൽ വല്ല എന്താ ചെയ്യുക? അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നേതൃത്വത്തെ സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാകും? അത് അംഗീകരിച്ചുകൊണ്ട് പോകുമ്പം എല്ലാ തഹയ്യാത്തും ഓതേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിവിടെ എവിടുന്ന് 27 കൂടുതൽ കൂടിയത്? 27 കൂടിയത് ഞാനേ ആ റുക്കുവയ്ക്കാണ് പോയി. ഇമാമിന്റെ ഒപ്പം റുക്കുവയിൽ പോയി. എനിക്ക് നിങ്ങളെടുത്തേക്ക് എത്തേണ്ട തിരക്കുള്ളതുകൊണ്ട് സുബ്ഹാന റബ്ബിൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അദീം വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അദീം. ഇന്റെ 3 വേഗം തീരൂല ആചാര്യ? ഇന്റത് വേഗം തീർന്ന്. പക്ഷെ പൊന്താൻ വെച്ചല്ലോ. ആ നിന്നോടത്ത് നിൽക്കുക തന്നെ. എന്തുകൊണ്ട് നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് നേതൃത്വത്തെ സ്വീകരിച്ചിരിക്കണം. ഇനി സമീഅ അല്ലാഹ് മൂപ്പര് പറയാതെ ഒരു നിവർത്തിയില്ല. അപ്പോഴാണ് 27 കൂടുന്നത്. നമ്മളവിടെ സഹിച്ച് നിൽക്കുക, ക്ഷമിച്ച് നിൽക്കുക, അനുസരണത്തോടു കൂടെ നിൽക്കുക. അതാണ്. അപ്പൊ നമ്മക്ക് ജമാഅത്ത് നിസ്കാരം പഠിപ്പിക്കണത് എങ്ങനെ? സംഘടനയാണ്, നമ്മളെ പ്രസ്ഥാനമാണ്. ഒരു നേതൃത്വത്തെ സ്വീകരിക്കുക, അതിൻ്റെ ഒപ്പം നിൽക്കുക അല്ലേ? അതാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പോകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ നിങ്ങൾ നോക്കിയും നമ്മളെ കേരളത്തില് സമസ്തയുടെ 100 പ്രകാശ വർഷമാണ്. സമസ്തയുടെ
100 പ്രകാശവർഷം. അതാണ് നമ്മൾ ഇപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷമാണ് ആഘോഷം. ഈ കൊല്ലത്തത് യുവാക്കൾക്ക് കൊടുത്തു. അടുത്ത കൊല്ലം അതിൻ്റെ ആഘോഷത്തിൻ്റെ പണിയൊക്കെ ആർക്കാണ്? മുസ്ലിം ജമാഅത്തിനാണ്. പിറ്റേത്തെ കൊല്ലം ആർക്കാണ്? 926 1926 ജൂൺ മാസം 26-ാം തീയതിയാണ് സമസ്തൻ്റെ ആദ്യത്തെ രൂപീകരണം. അപ്പം എത്ര കൊല്ലം മുമ്പ്? 98 കൊല്ലം മുമ്പ്. 98 കൊല്ലം മുമ്പ് നമ്മുടെ ഈ നാടുണ്ടാവും അല്ല? ഒന്ന് ആലോചിച്ചൊക്കെ ഉണ്ടാവും. വറ്റിയും തെറ്റൊക്കെ ആയിട്ടുള്ള പെരക്കരൊക്കെ ആയിട്ട് ഇൻ്റെ നാടില്ല കേട്ടോ. നിലമ്പൂരൊന്നും 1 നൂറ്റാണ്ട് മുമ്പില്ല. അതൊക്കെ അങ്ങനെ കാടും മലയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത് പിന്നെ അങ്ങനെ വെട്ടിപ്പൊടിച്ചുണ്ടാക്കി അങ്ങനെ വന്നതാണ് അവിടെയൊക്കെ. ഞങ്ങളിപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആയ കുട്ടികൾ ആരാന്ന് വെച്ചാൽ ഓൽക്കാണ് നിലമ്പൂർ നാട്. ഞങ്ങളൊക്കെ വല്യപ്പാർ പറഞ്ഞ് ഞാൻ നാട്ടിൽ പോയി അറ്റയാണ്. ഇങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 100 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ റോഡുണ്ടോ? ധാറിട്ടെ റോഡുണ്ടോ? ഇല്ല. അല്ലാഹു റബ്ബി. നമ്മളെ ഈ വാഹനങ്ങളുണ്ടോ? ഇല്ല. ഈ ഫോൺ സൗകര്യം ഉണ്ടോ? ഇല്ല. മൊബൈൽ എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി ഒന്ന് ആലോചിക്കണം. അതില്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഈ കേരളത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അള്ളാഹുവെ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സമസ്തന്റെ ആദ്യകാല പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അറബി, ഉറുദു, ഇംഗ്ലീഷ്, തമിഴ്, അതേപോലെ തന്നെ പാരിസി, ഒരു ഭാഷയും കൂടിയുണ്ട്, ഹിന്ദി. 6 ഭാഷ എഴുതാനും പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്ന ബഹുഭാഷാ പണ്ഡിതനാണ് ആര്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അതോടൊപ്പം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ച ഖാദിയാണ്. അതോടൊപ്പം അറക്കൽ രാജവംശവും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ വഴിയിൽ വിശ്രമിക്കാൻ അവിടെയൊക്കെ പ്രത്യേകം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയ ശരീരം, ആജാനുബാഹുവായ വലിയ മനുഷ്യൻ, തുർക്കി തൊപ്പി, നല്ല തലപ്പാവ്, നീളക്കുപ്പായം, പ്രകാശിക്കുന്ന മുഖം, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നത് കണ്ടാൽ ഒരു നായ ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെച്ചാൽ ആ നായ വഴിതിരിഞ്ഞു പോകും. വരക്കൽ മുല്ലക്കോയ തങ്ങളെ കണ്ടാൽ ആ വീട്ടിന്റെ വളപ്പിലേക്ക് ഒരു പാമ്പ് കിടക്കുകയാണെങ്കിൽ മൂപ്പര അവിടെ അങ്ങനെ ഇരുന്നിട്ട് നോക്കിയാൽ ആ പാമ്പ് വഴിതിരിഞ്ഞു പോകും. അത്രയധികം എല്ലാ ജീവജാലങ്ങൾക്കും അവിടുത്തെ മുഖം അത്രയധികം ഹൈബത്തും വക്കാറാണ്. അത്ര മഹാനാണ്. ആ മഹാനവർകൾ സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകൾ. അതെപ്പോഴാ? 1926 ജൂൺ മാസം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അന്ന് ഈ കേരളത്തിലെ 40 പണ്ഡിതന്മാരെ ഈ നാട്ടിൽ മുഴുവനും നടന്നിട്ട് 40 പണ്ഡിതന്മാരെ കോഴിക്കോട്ടേക്ക് ഒരു യോഗത്തിന് വിളിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എത്ര സാഹസാണത്. സമസ്തന്റെ 1ാമത്തെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ യോഗത്തിൽ സംബന്ധിച്ച് വൈസ് പ്രസിഡന്റായ 2ാമത്തെ ആള്, പിന്നെ സമസ്തന്റെ പ്രസിഡന്റായത് നമ്മളെ മലപ്പുറം ജില്ല പാങ്. എവിടെയാണ് പാങ് അല്ലേ? ആ പാങ്ങിലെ ബഹുമാനപ്പെട്ട പാങ്ങുകാരൻ യാ റബ്ബ് മൂപ്പരാണ് സമസ്തന്റെ വൈസ് പ്രസിഡന്റ്, പിന്നീട് സെക്രട്ടറി, പിന്നീട് സമസ്തന്റെ പ്രസിഡന്റ്. മറ്റൊരു പ്രസിഡന്റ് പിന്നെ ആരാ? വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ. എവിടെ വാളക്കുളം? നിങ്ങളവിടെ 20 കൊല്ലം സമസ്തന്റെ പ്രസിഡന്റാണ് മൂപ്പര്. 19 കൊല്ലം വൈസ് പ്രസിഡന്റുമാണ്. 40 കൊല്ലം സമസ്തക്ക് നേതൃത്വം നൽകിയ ആളാണ് ആര്? വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ. മുതലാളി മൗലിയാരാണ്. മുതലാളി മൗലിയാരാ മൂപ്പര്. സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മൂപ്പരത്ത് 2 ലക്ഷം ഉറുപ്പിക പൈസ ആയിട്ടുണ്ട്. മൂപ്പര വീടിന്റെ ഈ ഭാഗത്ത് ഒരു ഇറക്കി കെട്ടിയിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കി. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഈ പൈസ നിങ്ങൾക്ക് ഓഹരി വെക്കാൻ പറ്റൂല, ഇത് ഞാൻ സമസ്തന്റെ പ്രവർത്തനത്തിന് നീക്കി വെച്ചതാണ്. അതാ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ. അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. 4ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. 1 വർഷമാണ് മൂപ്പര് പ്രസിഡന്റായത്. 5ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. 6ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ. 26 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റായ ഏക മഹാൻ ഉള്ളാളത്തെ പാപ്പ മാത്രമാണ്.
27ാമത്തെ കൊല്ലത്തിൽ പ്രസിഡന്റായിരിക്കെ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കണം. 8ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, അള്ളാഹുവെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. 9ാമത്തെ പ്രസിഡന്റ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. സുലൈമാൻ ഉസ്താദിനെ പറ്റിയിട്ടൊന്ന് പഠിക്കണം. നമ്മള് ആലിമീങ്ങളാണ് ഔലിയാക്കൾ. നിങ്ങൾ ആശയം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദെ ദർസ് ചൊല്ലിക്കൊടുക്കാത്ത ഒരൊറ്റ ദിവസമല്ല, കിതാബ് ഓതി കൊടുക്കാത്ത ഒരു ദിവസം ഇല്ല. എല്ലാ ഉസ്താദന്മാരും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ ദർസ് നിർത്തും, അല്ലേ? സുലൈമാൻ ഉസ്താദ് വ്യാഴാഴ്ച ഉച്ചക്ക് ഒതുക്കുങ്ങൽ ദർസ് നിർത്തിയിട്ട് അസർ നിസ്കരിക്കാൻ കൊണ്ടൂര് പോകും. അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബ് വരെ അവിടെ ദർസാണ് ബുഖാരി. എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പരെ വീട്ടിൽ ദർസാണ്. ഉസ്താദിൻ്റെ അടുത്ത് പ്രത്യേകം ദർസിന് വേണ്ടിയിട്ട് വീട്ടിൽ വരുന്ന ആലിമീങ്ങളുണ്ട്. അവിടെ വരല് കുട്ടികളല്ല, അവിടെ വരല ആരാ? വലിയ വലിയ ദർസ് നടത്തുന്ന ആലിമീങ്ങൾ. അവരാണ് കിതാബ് വെച്ച് വരിക. വെള്ളിയാഴ്ച അവിടെ ദർസ്. ഒരൊറ്റ ദിവസമില്ലാതെ ഇൽമു കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മഹാനാണ് സുലൈമാൻ ഉസ്താദ്. ഞാനും മൂപ്പരും 2 പ്രാവശ്യം ഒരുമിച്ച് ഹജ്ജിനുണ്ടായിട്ടുണ്ട്. പടച്ചവനെ യാ റബ്ബ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കണം റഹ്മാൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചുകൊണ്ട് ദീർഘകാലം സെക്രട്ടറി ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അതിനു മുമ്പ് ദീർഘകാലം സെക്രട്ടറി ആയത് ശംസുൽ ഉലമ EK ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. വലിയ വലിയ മഹാന്മാരായ ആളുകൾ, അവരൊക്കെ ഈ കേരളത്തെ പ്രകാശിപ്പിച്ചു നിർത്തി. എന്താ പ്രകാശം? എന്താ അവിടെ പ്രകാശിപ്പിച്ചത്? ഒന്ന് നമ്മളോട് ആലോചിച്ച് നോക്കി. പ്രസ്ഥാനം എന്താ ചെയ്തത്? നമ്മുടെ ഈ കേരളത്തിലെ കുഗ്രാമം, ഗ്രാമം, പട്ടണം, നഗരം വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും രാവിലെ സുബഹിയാണ് നിസ്കരിച്ചാൽ കുട്ടികൾ ഇങ്ങനെ മദ്രസക്ക് പോണത് കാണാം. ഇത് നമ്മളെ കേരളത്തിന്റെ പ്രത്യേകതയാണ്, അല്ലേ? ഇപ്പൊ മൊത്തം നമ്മളെ കേരളത്തിൽ നോക്കിയാൽ പല വിഭാഗത്തിനുമായിട്ട് 30,000 മദ്രസ ഉണ്ട്. 30,000 മദ്രസയിൽ പഠിക്കുന്നത് 6 ലക്ഷം കുട്ടികളാണ്. 6 ലക്ഷം കുട്ടികൾ സുബഹി നിസ്കരിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ ഖബറിൽ കിടക്കുന്ന സമയത്തുണ്ടല്ലോ, നാട്ടിൽ നേരം വെളുത്തിക്കണ് എന്ന് മനസ്സിലാകൽ എപ്പോഴാണെന്നറിയോ? ഈ കുട്ടികളെ ഫാത്തിഹാണ് കേൾക്കുമ്പോൾ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ കുട്ടികളെ ഫാത്തിഹ നമ്മളെ ഖബറിലൊക്കെ എങ്ങനെയാണ് കേൾക്കുമ്പോഴാണ് നമ്മൾ ഏതറിയല്? നാട്ടിൽ നേരം വെളുത്തിക്കണെന്ന് അറിയല്. 6 ലക്ഷം കുട്ടികൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങാണ് മദ്രസ. ഇതാണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ചത്. മദ്രസ വിടുമ്പോൾ 10 സ്വലാത്ത് ചൊല്ലിങ്ങാണ്ടാ വിടുന്നത്. 6 ലക്ഷം കുട്ടികൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് എത്രയായി? സൂര്യൻ ഉദിച്ച് ചൂടാകണതിന്റെ മുമ്പ് ഇലാ ഹദറത്തി റസൂലില്ലാഹി, മുത്തുനബിന്റെ ഹദറത്തിലേക്ക് കോടിക്കണക്കിന് സ്വലാത്ത് എത്തിക്കുന്ന നാടാണ് നമ്മളെ കേരളം. അതാണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ചു നിർത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ സംഗതിയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് തിയറിയാണ്. നിസ്കാരത്തിന്റെ ഫർള് 14 എന്ന് അവിടെ പഠിക്കല്. അവിടെ റുക്ഊഉം സുജൂദും ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല. അത് പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നത് എവിടെ? പള്ളിക്കലാണ്. പള്ളി, എല്ലാ മഹല്ലത്തിലും പള്ളി മദ്രസ, പള്ളി മദ്രസ. ഇതന്നെയാണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ച് നിർത്തിയത്. അത് ശൈഖുന AP ഉസ്താദിന്റെ കാലമായപ്പോൾ ഇവിടെ പോയി ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഇവിടെ പണിക്ക് വരുന്നുണ്ടല്ലോ കുട്ടികൾ. നിങ്ങൾ നോക്കിക്കണം, അവരൊക്കെ പേര് ചോദിച്ചു നോക്കിയാൽ കമാലുദ്ദീൻ, ജമാലുദ്ദീൻ, വലിയ വലിയ പേരുണ്ടാവും. വലിയ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അധിക ആൾക്കും ഫാത്തിഹയും കൂടി അറിയില്ല. എന്താ സംഗതി? അവിടെ ഒന്നും മദ്രസ സമ്പ്രദായം ഇല്ല. അതിന്റെ കേടി ഇപ്പോ ഉസ്താദ് അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒക്കെ മദ്രസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമ്മളെ മദ്രസ പാഠപുസ്തകം ഉറുദുവിൽ ഉസ്താദ് തയ്യാറാക്കി, ഹിന്ദിയിൽ തയ്യാറാക്കി, ഇംഗ്ലീഷിൽ തയ്യാറാക്കി. അല്ലാഹു റബ്ബി 20 ഭാഷകളിൽ ഇപ്പൊ നമ്മുടെ പാഠപുസ്തകമുണ്ട്. ഇത് ഉസ്താദിന്റെ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചതാണ്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പൊ നമ്മുടെ സമ്പത്ത് അങ്ങനെ ഇതൊക്കെ ചേർന്നതാണ്. ഇതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന നമ്മൾ ഇനി നമ്മളെ നാട്ടിലേക്ക് വരികയല്ലേ? കുറച്ച് നമ്മളെ ഈ നാട്ടിൽ കൂടെ ഇതിലെ നമ്മളെന്താ ചെയ്യണമെന്ന് വിചാരം വരികയല്ലേ? എന്താ നമുക്ക് വിചാരം വേണ്ടത്? ഞാനൊരു ചെറിയ സംഗതി പറയാം. ഒന്ന്, അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ.
നമ്മൾ ചെറിയൊരു സംഗതി വേണം. എന്താണെന്ന് നിങ്ങൾ, നമ്മൾ ഈ പള്ളിയായിട്ട് അംഗീകരിച്ച് നിൽക്കുന്ന വീട്ടുകാർ, ഈ പള്ളിക്ക് നിസ്കാരം വിഷയങ്ങളും മദ്രസ എവിടെ അല്ലേ? ഇതന്നെ ഈ പള്ളി മദ്രസയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര വീട്ടുകാരുണ്ടാവും? ആ 200 ചില്ലാനും കുട്ടികൾ മദ്രസയിലുണ്ട്. അൽഹംദുലില്ലാ. ഇതിപ്പോ നമ്മളൊരു എത്ര വീട്ടുകാരുടേക്കാരം ഒരു സുമാറ്? ഉണ്ടാവും. അങ്ങനെയുള്ള ആ കൊട്ടക്കണക്ക് നമ്മളൊന്ന് ചെറുങ്ങനെ ഒരു മാറ്റം വരുത്തല്ലേ. നിങ്ങളിൻ്റെ ഒപ്പം ഒന്ന് നിൽക്കാൻ മതി. ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയൊരു മാറ്റം, അതായത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. നമ്മളിതിലങ്ങട്ടുള്ള നമ്മൾ ഇതുമായിട്ട് അംഗീകരിച്ച് നിൽക്കുന്ന വീട്ടുകാരുടെ ഒരു കണക്ക് നമ്മൾ എടുക്കുക. ഒരു കുരുമാലിക്ക് പോകല്ല, ഞാൻ നല്ല എനിക്ക് വരാൻ പോവാണ്, നിങ്ങൾ ബേജാറായങ്ങാണ്ട് നോക്കൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ ഒരു വീട്ടുകാരുടെ കണക്ക് നമ്മൾ എടുക്കും. അങ്ങനെ ആ കണക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു 150 വീട്. എത്ര വീട്? ഒരു ഉദാഹരണം 200 150 എത്രയോ ആവട്ടെ, എത്ര വീട്? 150 വീട് നമുക്ക് കണക്ക് കിട്ടി. അൽഹംദുലില്ലാ. എത്ര വീട്? 150 വീട്. 150 വീട്ടിൽ ഒരു 3 കണക്കുണ്ടാക്കണം. ഒരു 3 കണക്കുണ്ടാക്കണം. നോക്കല്ലേ, നിങ്ങൾക്കൊരു തൃപ്പതില്ലാത്ത മാതിരി ഇപ്പോൾ നമ്മൾ തമ്മിൽ പിണങ്ങിപ്പോകാൻ പറ്റുമല്ലോ. ഒരു കണക്കെടുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു മട്ടല്ലായി. നോക്കല്ലേ, നമ്മളെ ഈ കവളപ്പാറ ഞങ്ങളടുത്താണ്. അവിടെ പ്രളയം ഉണ്ടായ സമയത്തെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയോട് പോയിട്ട് നമ്മൾ ചോദിച്ചു, എത്ര വീട് ഒലിച്ചു പോയിക്കണം, എത്ര ആൾക്ക് അപകടം പറ്റിയിക്കണം. മഹല്ലുകാർക്ക് പറയാനറിയില്ല. അതേ സമയത്ത് തെക്കൻ ജില്ലയിൽ ക്രിസ്ത്യൻ ഇടവകയിൽ ഏതുണ്ടായി? ഈ പ്രളയം ഉണ്ടായി. ആ സമയത്ത് ഇടവകയിലെ പാതിരി എങ്ങനെ വന്നത്? അയാളെ കയ്യിൽ വലിയ ലിസ്റ്റ്. ഞങ്ങളെ ഇടവകയിൽ ക്രിസ്ത്യൻ വീടുകൾ ആകെ ഇത്ര വീട്, ആണിത്ര, പെണ്ണിത്ര, കുട്ടികളിത്ര, വലിയവരിത്ര, എല്ലാ കണക്കുമായിട്ട് അയാൾ വന്നു. നമ്മളത് എന്ത് കണക്കാണ്? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പറ്റൂല. പല മുസീബത്തിൻ്റെയും കാലാണ്, പല ഹൈറിൻ്റെയും കാലാണ്. അള്ളാഹു റാഹത്ത് തരട്ടെ. ഒക്കെ നമ്മൾ തന്നെ. അത് ഇവിടെ ഇപ്പം മലപ്പുറത്തിൻ്റെ ഹൃദയമാണ്. നിങ്ങളൊക്കെ മലപ്പുറം ജില്ലൻ്റെ ആ ഹൃദയത്തിലാണ് അല്ലേ? മുസ്ലിം വീടുകൾ തന്നെ ഉള്ളു ഇവിടെ അല്ലേ? നിങ്ങൾക്ക് കുളത്തിലെ തവളക്ക് ദാഹം അറിയില്ല, കുളത്തിലെ തവളക്ക് ദാഹം അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതോടെ വേഗം മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഉള്ളത് ഞാൻ പറയാം. ഒരു 150 വീട് നമ്മളെ കണക്കിൽ വന്നു എങ്കിൽ ആ 150 വീടുകൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു സുമാറ് പറയാം. രണ്ടാമത്തെ ഒരു കണക്ക്, ഒരു സാമ്പത്തിക കണക്ക്. എന്താ സാമ്പത്തിക കണക്ക്? സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഈ 150-ൽ എത്ര പേർക്കാരുണ്ടാവും? സുമാറ് പറഞ്ഞാൽ മതി. സക്കാത്ത് കൊടുക്കാൻ കഴിയുള്ളവർ ഈ 150-ൽ എത്ര പേർക്കാരുണ്ടാവും? 50 പേരുണ്ടാവും. ഒരു 50 സക്കാത്ത് കൊടുക്കാൻ പറ്റുവരുണ്ടാവും. അള്ളാഹു ഇസ്സത്ത് തരട്ടെ. രണ്ടാമത്തത്, സക്കാത്ത് കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല, ഒത്തൊപ്പിച്ച് ഇങ്ങനെ പോണ മാന്യന്മാരായിട്ട് അങ്ങനെ പോണതാ അല്ലേ? എത്ര വീടുണ്ടാവും? ഒരു 50 ആവും കൂട്ടുക. അപ്പൊ 100 വീടായി. ഇനി ബാക്കി എത്ര ഉണ്ട്? 50. ഈ 50 വീട് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുടെ വീടാണ്. ആ കൂട്ടത്തിൽ സക്കാത്ത് സ്വതക്ക പോലോത്തത് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം കഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ വീട്ടുകാർ എത്ര ഉണ്ട്? ഉദാഹരണത്തിന് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. ഇപ്പൊ ഒരു പെണ്ണും 3 എത്തിയും കുട്ടികളും മാത്രമേ ഉള്ളൂ. കഷ്ടപ്പാട് തന്നെയാണ് ഏറ്റവും. വളരെ പാവപ്പെട്ട ഒരാള്, പെരക്കാരൻ മൂപ്പര് അധ്വാനിച്ചാണ് എനിക്ക് കുടുംബം പോറ്റിയത്. അയാൾക്ക് ഇപ്പൊ ക്യാൻസറാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള വീട്ടുകാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു വീട് നമ്മൾക്കിങ്ങനെ ഇപ്പോൾ തോന്നുകയാണ് നമ്മളിവിടെ അങ്ങനെയൊന്നുമില്ല. പല കഷ്ടപ്പെടുന്ന ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളെ 150-ന് 50 വീട്ടുകാർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണ്. ആ 50-ൽ ഇങ്ങനെ വല്ല വീട്ടുകാരും ഉണ്ടോ? സക്കാത്ത് സ്വതക്ക പോലോത്തത് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങേയറ്റം മരുന്നിന് കായില്ലാതെ ആകണേ.
ഇന്നാളെ നമ്മളൊരു പെരയിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ മയ്യത്ത് വന്നു. മയ്യത്ത് വന്നിട്ട് ആംബുലൻസുകാരൻ പോണില്ല. എന്താ കാര്യം? കായ് കൊടുക്കേണ്ട ആളാണ് ഈ മരിച്ചിരിക്കണത്. ആ പെരയിൽ പൈസ കൊടുക്കേണ്ട ആളാണ് എന്തായത് ഈ മരിച്ച് മയ്യത്തായി കിടക്കണത്. പിന്നെ കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? പിന്നെ അയാളെ ഭാര്യയാണ്, അത് ബോധം കെട്ട് കിടക്കുകയാണ്. അയാൾക്കുള്ളത് 2 ചെറിയ മക്കളാണ്. അയറ്റോൾ കരിഞ്ഞങ്ങാണ്ട് എന്താന്നുള്ളത് അറിയില്ല. മനുഷ്യന്റെ പല അവസ്ഥയുണ്ടോ അല്ലേ? അപ്പൊ നമ്മളൊരു 50 വീട്ടുകാര് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടതിൽ ഇങ്ങനെ വല്ല ഏറ്റവും നമ്മളെ സദക്ക കിട്ടിയിട്ടില്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരുണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു കണക്ക് നമ്മളെടുത്ത് വേണോ വേണ്ടേ? ഇപ്പൊ ഞങ്ങളോട് കണക്കെടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? ഒരറിവ് നമ്മളെടുത്ത് വേണം. നമ്മളാണ് ഇവിടുത്തെ നേതൃത്വം. പള്ളിക്കത്തെ ഉസ്താദ്, നിങ്ങൾ മഹല്ലി കമ്മിറ്റി, പള്ളി കമ്മിറ്റി, നമ്മളവിടുത്തെ നേതൃത്വം. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ കായ് വേണം. കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പൈസ വേണം. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ തരാൻ വേണം. അള്ളാഹു തആല ഖൈർ തരട്ടെ. എന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ നമ്മളെടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 12 പെരക്കാർ പറ്റ വിഷമുള്ളവരുണ്ട്. എത്രയുണ്ട്? പറ്റ വിഷമുള്ളൊരു 12 പെരക്കാർ. എന്നാൽ ആ 12 പെരക്കാരെ നമ്മളൊന്ന് കണക്കിലെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള ആളാണ് മൂപ്പര്. ഒരു ഉദാഹരണം, നിങ്ങളോട് നമ്മളെ പള്ളി കമ്മിറ്റി വന്നിങ്ങാണ്ട് പറയാൻ, പള്ളിക്കത്തെ ഉസ്താദ് മറ്റും നോക്കിയാൽ പിന്നെ നമ്മളവിടെ ഒരു 12 പെരക്കാർ പറ്റി കഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് നമ്മളെ മഹല്ലത്തിൽ നിന്ന് ആ വിധവയായ പെണ്ണും യത്തീമായ കുട്ടികളും നിൽക്കുന്ന വീടതാ, ആ വീട്ടിക്ക് നമ്മൾ ഈ കൊല്ലത്തെ സക്കാത്ത് ആചാരം നിങ്ങളത് ആ വീട്ടുകാർക്ക് കൊടുക്കണം. നിങ്ങൾ തയ്യാറാവൂലേ? റെഡിയാണ്. നമ്മളെ മഹല്ല് നേതൃത്വം ഇടപെട്ടും കൊണ്ട് നിങ്ങളെ സക്കാത്ത് ആ കണ്ണാണാത്ത പെരയ്ക്ക്, നിങ്ങളെ സക്കാത്ത് ആ മറ്റേ പെരയ്ക്ക്, നിങ്ങളെ സക്കാത്ത് ആ മറ്റേ പെരയ്ക്ക്, ഇങ്ങനെ ഒരു നേതൃത്വം വഹിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിപ്പോ വേണോ വേണ്ടേ? ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കണ്ടേ? ഇനിയുള്ള കാലത്ത് അത്തരം കാര്യം വേണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഒരു കണക്ക് പറയണത് നമ്മൾ തമ്മിൽ തെറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും പറഞ്ഞു നോക്കാം, നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണത്? ഇപ്പൊ നമ്മൾ സാമ്പത്തിക കണക്ക് അങ്ങനെയാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കണക്ക്, അതേതാ കണക്ക്? ഒരു ആത്മീയ കണക്ക്. എന്താണ്? നമ്മൾ എത്ര വീടേ പറഞ്ഞത്? 150 വീട് അല്ലേ? 150 വീട്ടിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു പോകുന്ന വീട് എത്ര ഉണ്ടാവും? നമ്മൾ തമ്മിലൊരു പ്രശ്നമാകണ്ട, സുമാർ പറഞ്ഞളി. അതന്നെ അതാ പറഞ്ഞത്. നമ്മൾ അങ്ങനെ പോവാം. അപ്പൊ ഒരു 100 വീടാണ് കൂട്ടുക. നമ്മളിപ്പോ കുറക്കണ്ട അല്ലേ? ഒരു 100 വീട്. പിന്നെ നമുക്ക് ജുമാക്കും അങ്ങനെയുള്ള സംഗതിക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് നിൽക്കാറൊന്നും ഇല്ലെങ്കിലും ഏതുണ്ടാകും? ജുമാക്കും അങ്ങനെയൊക്കെ സംഗതിയൊക്കെ ആയിട്ടുണ്ടാകണ വീട് അല്ലേ? അപ്പൊ എത്ര വീടുണ്ടാകും? ഒരു 25 പേർക്കാർ അങ്ങനെയായി, 125. പിന്നെ നമ്മളൊരു വലിയൊരുന്നാക്ക് അതേപോലെ തന്നെ മയ്യത്തുസ്കാരത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറച്ചാൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഓരങ്ങനെ എല്ലാത്തിനും ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഓരൊക്കെ ഏതിനുണ്ടാവും? വലിയൊരുന്നാക്ക് മയ്യത്തുസ്കാരത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ഒരു 15 പേർക്കാരായാലും കൂട്ടുക അല്ലേ? അപ്പൊ നമുക്കൊരു 140 ആയി. പിന്നെ നമ്മൾ നിസ്കരിച്ചിനൊന്നും ഓൽക്കൊരു എതിരില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഓല നിസ്കാരത്തിനും നോൽമ്പിനൊന്നും പോലെ കിട്ടൂല. പിന്നെ നമ്മൾ നിസ്കരിച്ചിന് ഓൽക്ക് എതിരുണ്ടോ? നമ്മളവിടെ ഒരു പീഡിയക്കൊലയമ്മ 2 കാരണന്മാരിയ്ക്കുന്നുണ്ടേ. ഓരോട് കല്യാണം അന്വേഷിച്ച് വന്ന ഒരു കാരണോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇവിടെ കാണുന്നു? ഞങ്ങളോട് കല്യാണം അന്വേഷിച്ച് വന്നതാണ്. ആരെങ്ങൾ പുതിയാപ്പിളയായി ഇവിടുന്ന് കരുതിക്കണോ ചോദിച്ചു. അത് നമ്മളാ പീരാക്കൊമ്പത്തെ ചേക്കുട്ടി ഉണ്ടല്ലോ, മൂപ്പര മകനെയാണ്. ഓ എന്താ മട്ടം എന്ന് ചോദിച്ചു. എന്താ മട്ടം? നമ്മൾ നിസ്കരിച്ചതിനൊന്നും ഇതുവരെ ഒരു എതിര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഞാനിതെന്തിനാ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്ന്? ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ നമ്മളെ കുട്ടികളും ചെറുപ്പക്കാരികളും നമ്മളറിയാതെ ഇവരൊക്കെ പല കമ്പനിയിലും ചേർന്ന് പോകാൻ സാധ്യത കൂടുതലാണ്. അള്ളാഹു കാക്കട്ടെ. നമ്മളെ കുട്ടികളൊക്കെ പല പാർട്ടിക്കും പോകാനുള്ള സാധ്യത. ഇപ്പം അടുത്ത്
നിരീശ്വരവാദിയായി പടച്ചോല്ല എന്ന് പറഞ്ഞ പാർട്ടിക്ക് നീങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, നല്ല വാപ്പാൻ്റെ മകനാ. ഓൻ പറയാണ്, എൻ്റെ വാപ്പാക്ക് 70 വയസ്സായി, ഞാൻ ജനിച്ചന്നേ വാപ്പ നിസ്കരിക്കുന്നതാണ് കാണുന്നത്. ഉമ്മാക്ക് 5 വയസ്സ് കൂടുതൽ 65ആയി, ഉമ്മാക്ക് 65 വയസ്സായി. ഞാൻ ബാപ്പാനോട് ചോദിച്ചു, ഈ നിസ്കാരത്തിനെയും പടച്ചോനെയൊക്കെ പറ്റി ചോദിച്ചപ്പം ബാപ്പാക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മാക്ക് അത്തരി അറിയില്ല. അപ്പൊ ഇവരൊക്കെ ഒരു താവയായിട്ട് ഇതിങ്ങനെ ചെയ്യാന്നല്ലാതെ ഇവരടുത്തൊന്നും ഇതിൻ്റെ ഒരു കഥല്ല. അപ്പോഴാണ് ഞാൻ പിന്നെ അള്ളേ റസൂലിനെക്കാൾ വിട്ടത്. ആര് പറയാ? നമ്മളെ മകൻ പറയാം, പടച്ചോൻ നമ്മളെ കുട്ടികളെ കാക്കട്ടെ. ഇതൊരു ഗൗരവം നമ്മളെ നാട്ടിലുണ്ട്. ഇപ്പൊ ഈ വാട്സപ്പ് ഉണ്ടല്ലോ, നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് ഒരു സിനിമ കാണണം എന്ന് വിചാരിച്ചാൽ തന്നെ വലിയ കഷ്ടപ്പാട് അല്ലേ? ഒരു സിനിമക്ക് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോണത് ആരെങ്കിലും കാണൂലേ അല്ലേ? പോയിങ്ങാണ്ട് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിലേറെ കഷ്ടപ്പാടാണ് അല്ലേ? അങ്ങനെ പലതും നോക്കി ഒരു വീഡിയോ വലിച്ചണമെങ്കിൽ വരെ ബാപ്പാന്റെ ചങ്ങായിമാരാരെങ്കിലും ഉണ്ടോ? മറ്റേ ഇന്ന് നമ്മളെ കുട്ടികളൊക്കെ പിടിച്ചുകാണ്ട് വേണ്ടാത്ത ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പേരൻ്റെ ഉള്ളിലോട്ട് വാതിലടക്കാൻ. ഇപ്പൊ വാതിലടച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യമായി. കാലം മാറിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ നമ്മളെ കുട്ടികൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ ഇത്തരം ചില സംഗതികൾ നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോൾ അങ്ങനെ വഴി തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ. മറ്റൊരു കാര്യം, നമ്മളൊരു സംഘടിത മുന്നേറ്റത്തിൽ നമ്മളെ ഉസ്താദിൻ്റെ ഇടപെടൽ നേതൃത്വത്തിൽ ഈ കൊല്ലം നമ്മൾ പറയാം, നമ്മളെ മദ്രസക്ക് വരുന്ന കുട്ടികളെ കൊടുത്തിട്ട് 200 ചില്ലാനും കുട്ടികളുണ്ടല്ലോ അല്ലെ? ഈ കൊല്ലം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര ഉണ്ടാവും? നമ്മളടുത്ത് കണക്കില്ല, നമ്മളടുത്ത് ഏതില്ല, കണക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? 10 കഴിഞ്ഞ കുട്ടി പിന്നെ ഒരു ഡയറക്ഷൻ നമ്മളെ ഭാഗത്ത് നിന്ന് കിട്ടാത്തത് കൊണ്ട് 10 കഴിഞ്ഞ കുട്ടി ഏതെങ്കിലുമൊക്കെ പഠിച്ചാൻ പോവുകയാണ്. ഇത് മാറിയിട്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഈ കൊല്ലം 10ാം ക്ലാസ് SSLC എഴുതുന്ന കുട്ടികളെ നിങ്ങളൊക്കെ നേതൃത്വത്തിൽ ഒരു 4 കാരണന്മാരും ഉസ്താദും കൂടിയിട്ട് ആ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊന്ന് വിളിച്ചിരിക്കുക. 10ൽ നല്ല മാർക്ക് വാങ്ങേണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്താം. 2, പരീക്ഷ കഴിഞ്ഞ് വിശ്രമകാലത്തോടെ 2ാമത് പഠിക്കാം. 10 കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉയർന്ന് പഠിക്കാം, 10 കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉയർന്ന് പഠിക്കാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം കൊടുക്കാം. നിങ്ങൾക്കറിയോ, ഇപ്പൊ നമ്മുടെ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിച്ചു പോരുന്ന രീതി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇവിടെ ഇപ്പൊ നുസ്രത്തില്ലേ അല്ലേ? ആ നുസ്രത്ത് മുതൽക്ക് നിങ്ങളുടെ എണ്ണിയാൽ ഇതുപോലത്തെ സ്ഥാപനം ഇവിടെ മാത്രം നമ്മൾ പറയാം. ഇവിടെ നുസ്രത്ത്, കുറച്ചപ്പുറത്ത് പോയാൽ വെട്ടിച്ചിറ മജ്മഅ അല്ലേ? വെട്ടിച്ചിറ മജ്മഅ. മലപ്പുറത്തേക്ക് പോയാൽ മഅദിനി, മഞ്ചേരി പോയാൽ ഹിക്കമിയ, നിലമ്പൂർ വന്നാൽ നിലമ്പൂർ മജ്മഅ, അരീക്കോട് വന്നാൽ അരീക്കോട് മജ്മഅ, കൊണ്ടോട്ടി വന്നാൽ ബുഖാരി. ഇങ്ങനെ തുടങ്ങിയിട്ട് 400-ലധികം സ്ഥാപനങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗകര്യപ്പെട്ട രൂപത്തിൽ നമ്മുടെ സംഘടനയുടെ കീഴിൽ തന്നെ ഉണ്ട്. 2 വിദ്യാഭ്യാസവും കൊടുക്കാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്. ഇനി നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് എവിടെയൊക്കെ പോകാം, SSLC കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിൽ ഉയർന്ന് പഠിക്കാം. നമ്മുടെ ഈ നേതൃത്വത്തിന്റെ കീഴിൽ അവർക്കൊരു വിദ്യാഭ്യാസ ലൈൻ നമ്മൾ തിരിച്ചു കൊടുക്കാം. നമ്മളെ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് നിരക്കൊക്കെയാണ് ഡിഗ്രിക്ക് ശേഷം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയത്? നമ്മളെടുത്ത് അതിൻ്റെ ഒരു ഏത് കിട്ടണില്ല, കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടണില്ല. അതുകൊണ്ട് കുട്ടികൾ ഒക്കെ ചിലപ്പോൾ 1 കൊല്ലം പഠിച്ച് നിർത്തി, ചിലപ്പോൾ 1/2 കൊല്ലം പഠിച്ച് നിർത്തി, ചില സമയത്തൊക്കെ ഏതാണ് പരീക്ഷയ്ക്ക് പിന്നെ മുഴുവൻ എഴുതാതെ ഒരു പരീക്ഷ എഴുതി. ഇങ്ങനെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി നമ്മൾ പുറകിലാകുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം ഇനി അങ്ങോട്ടുള്ള കാലത്ത് കിട്ടിയേ മതിയാകും. പക്ഷെ വിദ്യാഭ്യാസം എങ്ങനെയാവണം? നമ്മളമ്മ ബാപ്പാന്ന് വിളിക്കാത്ത വിദ്യാഭ്യാസം കിട്ടിയിട്ട് കാര്യമല്ല. ഉണ്ടോ? പണ്ടേ ഒരു വാപ്പിയമ്മയും കുട്ടികളെ പഠിപ്പിച്ച് 7 മക്കളാണ്, 2 പെൺകുട്ടികളും 5 ആൺകുട്ടികളും. നല്ല ഉയർന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും.
ആ കുട്ടികളൊക്കെ സിംഗപ്പൂര്, മലേഷ്യ, അബുദാബി അവിടെയൊക്കെയാണ് ജോലി. ഉമ്മാക്കും പാപ്പാക്കും പറ്റ വയസ്സായി. ഇപ്പൊ നോക്കുമ്പോ എന്തില്ല, പാതിരാക്കമ്മ മോളേന്ന് വിളിച്ചാൽ ഓള് സിംഗപ്പൂരിൽ നിന്ന് വിളി വെക്കുവോ? 7 മക്കളും ഇല്ല, ബാപ്പിയമ്മയും പറ്റ വയസ്സായി, ആരും നോക്കാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം പറ്റ സുഖമില്ലാതെ ആയപ്പോൾ അയലോക്കത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവരെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടറെ കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു ഉമ്മയും ബാപ്പയും ഇവരെ മാതിരി തന്നെ. അപ്പൊ ആ ഉമ്മയും ബാപ്പയും ഇങ്ങനെ നോക്കുമ്പം ഓരപ്പണ്ട് ഒരു കാലിന് ലേശം ഒരു ചട്ടമുള്ള ഒരു കുട്ടി. ആ കുട്ടിനെ ഉമ്മാനെയും കൊണ്ട് അങ്ങോട്ട് ഡോക്ടറെ അടുത്ത് പോണ്, ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ ബാപ്പാനെയും കൊണ്ടുപോണ്. അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് പരിചയപ്പെട്ടു, നിങ്ങളെ സ്ഥിതി എന്താ? അപ്പൊ ഇവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് 3 കുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്. 2 ആൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ആയി, ഒരു അമേരിക്കയിലും മറ്റൊക്കെയാണ്. ഇവനാണ് പിന്നെ ഇപ്പം അങ്ങനെ ഒരു കാലിന് വെജാത്തുള്ളത്, ഓനെ ഇപ്പം ഞങ്ങളെ ഒപ്പം ഉള്ളൂ. അപ്പോഴാണ് മറ്റേ അമ്മയും ബാപ്പിയും പറഞ്ഞത്, പഠിച്ചോനെ നമ്മളെ 7 ഒന്നെങ്കിലും ഇങ്ങനെ ആയില്ലോ. കാരണം എന്നാൽ ഓനെങ്കിലും ഉണ്ടാവുമല്ലോ കൊണ്ടു നടക്കാൻ. ഇതാണ് ഇങ്ങനെ കുട്ടിയൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പം അവിടെയാണ് 2 വിദ്യാഭ്യാസം ഒരുമിച്ച് കൊടുക്കേണ്ട. നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, മലയാളം മീഡിയം സ്കൂള് 2 തരത്തിൽ പഠിപ്പിക്കുന്നത് നമ്മളെടുത്തുണ്ട്, മറ്റുള്ളവരുത്തുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്. ഇനി അങ്ങോട്ടുള്ള കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു മുസ്ലിം വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാകേണ്ട തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങളൊക്കെ കുറച്ച് മുതിർന്ന തലമുറയിലെ വാപ്പാരാണ്. നമ്മളെ കുട്ടികളൊക്കെ നമ്മളറിയാതെ പഴിച്ചു പോകാൻ പാടില്ല. പിന്നെ പുതിയ പാർട്ടിക്കാർ വേറെയും വരിക, ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇങ്ങനെ ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തൊന്നും ഇതിലങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് കുത്തിരിക്കും. ഇത് ബഞ്ചതല ഏരിയ വരുന്നത് എന്ന് കാണൂല. സാധാരണ ചെതല് പുറത്തു കൂടെ അങ്ങനെയാണ് വരുന്നതാണ്. ഈ ബഞ്ചതല് വരുന്ന ഏരിയ നിങ്ങൾ അല്ലാ, എൻ്റെ നിലമ്പൂർ ഭാഗത്തുള്ള നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ അത്ര നല്ല തേക്കാണ്. അതും കൂടി എന്താക്കും, ആ മറ്റേ ചെതല് തിന്നും. ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് പറയണത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ കേട്ടതാണ് ഉമ്മ ഓതുന്ന ഖുർആൻ. ഹയാത്ത് കാലത്ത് മുഴുവനും നമ്മൾ കേൾക്കുന്നത് ഖുർആനാണ്. മരിച്ച് കബറിൽ കിടന്നാൽ കേൾക്കേണ്ടതും ഏതന്നെയാണ്? ഖുർആനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ലോകത്ത് കിതാബും വ്യൂറൊക്കെ അവിടെ നിൽക്കട്ടെ. സൗദിയിൽ ഫഹദ് രാജാവ് മരിച്ച വിവരം പറഞ്ഞിട്ട് ഉടനെ ടെലിവിഷനും റേഡിയോ മുഴുവൻ ഖുർആനോത്ത്. അബുദാബിയിലെ വലിയ ഷെയ്ഖ് സായിദ് അവർ വഫാത്തായി. അറബ്യൻ തലമുറയുടെ പിതാവ് എന്നറിയപ്പെട്ട ആളെ ഷെയ്ഖ് സായിദ് ഇല്ലേ? അദ്ദേഹം മരണപ്പെട്ടത് റമദാൻ 22-ന്. അന്ന് ഞാനവിടെ ഉണ്ട്. റമദാൻ 22-ന് അന്ന് ഓതൽ തുടങ്ങിയ ഖുർആൻ ഇപ്പോഴും അവിടെ ഖുർആൻ ഓത്ത് നിൽക്കാതെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ബഹ്റൈൻ രാജാവിന്റെ മോൻ ഒരു മറ്റേ ഇതിന് പോയി, കടലിൽ വേട്ട പോയി, അവിടുന്ന് ബോട്ടപകടത്തിൽപ്പെട്ടാണ് മരിച്ചു. അപ്പൊ ഖുർആൻ ഓത്താ. പിന്നെ ലോകത്ത് എവിടെയാണ് മരിച്ച ഓത്തില്ലാത്തത്? ഇവിടെയൊക്കെ കത്തപ്പരുണ്ടോ അവിടെ അല്ലേ? നമ്മളെ നാട്ടിലെ മുഴുവനും ഖുർആൻ ഓതുന്നു. ഇങ്ങക്കറിയോ, ഈ വഹാബി മുജാഹിദ് ജമാഅത്ത് പോലെയൊക്കെ നമ്മളെ കുട്ടികളാണ് ചേർന്നാൽ ആദ്യം നിൽക്കുന്നത് ഖുർആനോത്താണ്. ഒരു മരിച്ചാൽ ഖുർആൻ ഓതും. അപ്പൊ എന്താ ഒരു വിശ്വാസം? മരിച്ചാൽ ഓതാൻ പാടില്ല. മരിച്ചാൽ ഓതാൻ പാടില്ല. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു, മരിച്ചാൽ ഓതാൻ പാടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളിപ്പോ ഈ സഭയ്ക്ക് ഒരാൾ വരികയാണ്, അയാൾ വന്നിങ്ങാണ്ട് പറഞ്ഞു ഇന്ന ആള് മരിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്താ ചെയ്യാ? ഇന്നാലില്ലാഹി, അത് ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഓതാൻ പറ്റുമോ? അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? ആചാരെ അല്ല, നിങ്ങൾ ഉണ്ടാതൊക്കെ ചെല്ലാൻ പറ്റുമോ? ഇന്നാലില്ലാഹി ചിലര് മരിച്ചിട്ടതിന്റെ തലേന്നോ? അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പുതിയൊരു വാദം വരുമ്പോഴേ മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മരിച്ചാ പിന്നെ ഇന്നാലില്ലാഹി എല്ലാം പറ്റുമോ? ഇന്നാലില്ലാഹി ഖുർആനല്ലേ, അത് ഓതാൻ പറ്റുമോ? നമ്മളെ കുട്ടികൾ പഴച്ചു പോയിട്ട് ചേർന്നാൽ എവിടേക്കാണ് ഈ കുട്ടികൾ പോയി ചേരുന്നത്? പടച്ചോൻ കാക്കട്ടെ. അതുകൊണ്ട് കുട്ടികളൊക്കെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ SSF-ലോ SYS-ലോ ഒക്കെ നിർത്തിയിട്ട് കുട്ടികൾ പഴച്ചു പോകാതിരിക്കാൻ നമ്മളെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളൊക്കെ കുട്ടികളെ നമ്മളെ കമ്മിറ്റി ചേർക്കണം. കുട്ടികൾ വേറൊന്നൊക്കെ പോകരുത്. ഒരു കമ്മിറ്റി ചേർന്നാൽ പിന്നെ എന്താന്ന് നിങ്ങൾ
നമ്മളെ പെൺകുട്ടികളുണ്ടല്ലോ നമ്മളെ മകള് പിന്നെ അങ്ങോട്ട് വിരുന്ന് പോയി ഇങ്ങോട്ട് വിരുന്ന് പോയി ഇളയമാൻ്റെ അടുക്ക് വിരുന്ന് പോയി മൂത്തമ്മാൻ്റെ അടുക്ക് വിരുന്ന് പോയി താത്താരപ്പം അങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണതേ അല്ലേ? അപ്പോഴാണ് ഏതുണ്ടായത്? ഒരു ചെറുപ്പക്കാരൻ കുട്ടി വന്നിങ്ങാണ്ട് കയ്യുമ്പോൾ ഒരു മോതിരിട്ടു. സവ്വജത്തുക്കാവ് അങ്കാഴത്തുക്കാന്ന് പറഞ്ഞപ്പോൾ കൗത്തിൽ ഏത് വിട്ടു? ഒരു മഹർമാലിട്ട്. ഇനി പണ്ടത്തെ പോക്ക് നടക്കും, ഇതേമാതിരിയാണ് സംഘടന. ഒരു മെമ്പർഷിപ്പ് നമ്മുടെ സംഘടനയിലുണ്ടായ കുട്ടികൾ എവിടെയും വഴിതെറ്റി പോകൂല. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ മുഴുവനും നമ്മൾ എന്താക്കണം? സംഘടനയിൽ ചേർത്ത് വെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ഓർത്തു നോക്കി, തെറ്റിപ്പോയാൽ മരിച്ചാൽ ഓതാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങളൊക്കെ അറിവിൽ ഏതെങ്കിലും വഹാബികളോ മുജാഹിദോ ഒക്കെ ഉണ്ടെങ്കിൽ ഓലെ കാണുമ്പം ഒരു ഇന്നാലില്ലായോ ഇന്നായില്ലോ. അതാണ് ശരി. എന്ത് ജിന്നെ കണ്ടപ്പോൾ കഴിഞ്ഞാൽ അല്ല മരിച്ച ഏതായാലും ഓതാൻ പറ്റുമല്ലോ, അപ്പം നേരത്തെയാണ് ഓതുകയാണെന്ന് പറയാം. അല്ലാതെ എന്താ പറയാ? ഓരോരോ പുതിയ വാദത്തൊക്കെ പോയാൽ എവിടേക്കാണ് പോണെന്ന് നോക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. നമ്മളെ മക്കൾ വഴി തെറ്റിപ്പോകാൻ പാടില്ല. പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുകയാണ്, നമ്മളറിയാതെ പലതും. നിങ്ങൾക്കറിയുമോ? സങ്കടമുണ്ട് പറയാൻ. നല്ല നല്ല കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന മക്കള് തങ്ങളെ മൊയ്യാരോ തങ്ങളെ കുട്ടിയോ മൊയ്യാര കുട്ടിയോ ആചാര കുട്ടിയോ ആയിട്ട് കാര്യമല്ല. കുട്ടികളൊക്കെ പല സ്ഥലത്തും പോയി പെടുമ്പോൾ പല വിഷയത്തിക്കും നീങ്ങിപ്പോകാൻ. പടച്ചോനെ ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ അല്ലാഹ്. നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രസ്ഥാനം നമ്മളെ ചെറിയ മക്കൾക്ക് പഠിക്കാൻ ഇപ്പം നമ്മളെ SHF കുട്ടികൾക്കൊക്കെ നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ SYSന്റെ യാതകണ്ഠങ്ങൾ ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയ്ക്ക് 75 വയസ്സ് പൂർത്തിയായതിൻ്റെ ആഘോഷമാണ് ഇപ്പം നടക്കുന്നത്, 76 തുടങ്ങിയ. പക്ഷേ മുസ്ലിമീങ്ങളായ ആളുകളെ ഇനം തിരിച്ച് ഉപദ്രവിക്കുന്ന പല വിഷയങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഖൈറിലേക്കുള്ള മാറ്റം വരണം. അള്ളാഹുവേ ഖൈറായതൊക്കെ നൽകണേ അല്ലാഹ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ശക്തി നിലനിൽക്കുന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ശക്തി നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇന്ത്യ ഒന്നും നിലമ്പൂരും വണ്ടൂരും എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ മാതിരിയുള്ള ആളല്ല ആണ്. അവിടെയൊക്കെ നിങ്ങൾ അതിലൊന്ന് വന്നു നോക്കണം. അതിൻ്റെ ഉൾരാജ്യത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കണമെങ്കിൽ എസ്റ്റേറ്റുകളിലും പാടികളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരെ ഏരിയ. നമ്മളൊരു മഹല്ലത്തിൽ 100 വീടുണ്ടെങ്കിൽ അത് 25-30 നാട്ടുകാരാണ്. നമ്മളൊരു മഹല്ലത്തിൽ ഇപ്പം നിങ്ങളെ ഇവിടുത്തെ മാതിരിയല്ല. നമ്മളിപ്പോൾ ഒരു മഹല്ലത്തിൽ 100 പെരക്കാരുണ്ടെങ്കിൽ മിക്കവാറും ഒരു 40 പേരെ ക്രിസ്ത്യാനികളുണ്ട്. ഇതിലേക്ക് ഒരു 30 പേരായത്, ഒരു 30 പേരാ നമ്മളത്. ഇങ്ങനെ വിവിധ രീതിയിലായിരിക്കും നമ്മളൊക്കെ. നിങ്ങളിവിടെ കുളത്തിലെ തവളയാണ്, നിങ്ങൾക്ക് ദാഹം അറിയില്ല. ഇവിടുന്നൊക്കെ കുട്ടികൾ പേച്ചു പോയാൽ പിന്നെ നമ്മളവിടെ പേക്കാൻ എളുപ്പമാണ്. ഞാൻ പറയലുണ്ട്, നമ്മളവിടെ നിസ്കാരപ്പള്ളി കണ്ടു ഒരു ചങ്ങായി ഇമാമുക്കൾ. ഓനോട് ഞാൻ ചോദിച്ചു, ഇജിപ്പം എങ്ങനെ ഇമാമായോ? അപ്പം ഞാൻ മമ്പറത്തെ പള്ളിയിൽ മൗമൂമായ ആളാണ് പറഞ്ഞു. ഇതിലെങ്ങോട്ടൊക്കെ വന്നുങ്ങാണ്ട് മൗമൂമായാൽ മതി നമ്മളോട് ഇമാമാകാൻ. അത്ര വ്യത്യാസമുണ്ട് നമ്മളും നിങ്ങളും തമ്മിൽ. ഇത് ഞാൻ പറഞ്ഞ എന്താ, നിങ്ങൾ മമ്പുറം തങ്ങൾ പാപ്പാൻ്റെയും അതുപോലെ തന്നെ ഓടക്കൽ തറവാട്ടുകാരും ഇങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിമുകളുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചു പോന്ന നാട്ടുകാരാണ് നിങ്ങളൊക്കെ. നമ്മളൊക്കെ കുടുംബത്തിൽ ജനിച്ച മക്കള് വഴിതെറ്റി പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ, മക്കളെ നന്നാക്കി തരട്ടെ. നമ്മളെ പെൺകുട്ടികൾ, പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ക്ലാസ് വേണം. അതായത് ഇപ്പം നമ്മൾ ചെറിയൊരു വ്യത്യാസപ്പെടുത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ നിങ്ങൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിന് വിളിച്ചാൽ മഹദറത്തുൽ ബദരിയൊക്കെ ഒരു ദിക്റിനൊക്കെ വിളിക്കുമ്പോൾ അത് വരും. പുതിയ തലമുറയിൽ നമ്മൾ പെൺകുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല ക്ലാസ് കൊടുക്കണം. ഏത്? മുതിർന്ന കുട്ടികൾ. ഇപ്പോൾ ഇവിടെ മദ്രസ എത്ര പേരുണ്ട്? 10. മദ്രസത്തിന് 10ാം ക്ലാസ്. 10 കഴിഞ്ഞിട്ട് കുട്ടികളാണ് പോണതോടുകൂടെ പിന്നെ നമ്മളെ പുറത്തം വിട്ടു കുട്ടികൾ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് +1 +2 ഡിഗ്രി ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഞായറാഴ്ച ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഉസ്താദിൻ്റെ ദർസ് സുബൈക്കില്ലേ അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു ഇസ്സത്തോടുകൂടെ നിലനിർത്തട്ടെ. നമ്മൾ ഈ ഉസ്താദ് എടുക്കുന്ന ഒരു ക്ലാസ് നമ്മളെ +2 അതുപോലെ തന്നെ ഉയർന്ന വലിയ പെണ്ണുങ്ങൾ, നമ്മളെ വീട്ടിലുള്ള വലിയ മക്കൾ
ഓലൊന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഓൽക്ക് ക്ലാസ് കൊടുക്കുക, അവർക്ക് ക്ലാസ് കൊടുക്കുക. എന്തിന്? ഈ കുട്ടികളൊന്നും വഴി തെറ്റി പോകാതിരിക്കാൻ. ഇവരൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ല, ഇതിൽ പല സംഗതികളും വന്നുകൊണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഒരു ഹദീസ് അതിൻ്റെ വായന ഒന്ന്. രണ്ടാമത് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട ക്ലാസ് എങ്ങനെ? സബ്ബിസ്മ സൂറത്തും അതിൻ്റെ താഴേക്കുള്ളത്. സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ഓതുമല്ലോ അല്ലേ? സാധാരണ നിസ്കാരത്തിൽ ഒദ്ദുഹാവല്ലേൽ മുതൽക്ക് താഴത്തുള്ളത് അല്ലേ? ആ സൂറത്തുകൾ ഓതിയിട്ട് അതിൻ്റെ ഒരർത്ഥം പഠിപ്പിക്കൽ. ഒരു പെൺകുട്ടി മകളാകുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് പെങ്ങളാകുമ്പോൾ, ആ കുട്ടി ഒരു സഹധർമ്മിണി ഭാര്യയാകുമ്പോൾ, ആ കുട്ടി ഉമ്മയാകുമ്പോൾ, ആ കുട്ടി ഉമ്മാമയാകുമ്പോൾ, ഒരു പെൺകുട്ടി വീട്ടിൽ കുടുംബത്തിൻ്റെ ഒപ്പാകുമ്പോൾ, ഭർത്താവിൻ്റെ ഒപ്പാകുമ്പോൾ, മണിയറയിലാകുമ്പോൾ, ആ കുട്ടി ഒരു ഹജ്ജ് യാത്രയിലാകുമ്പോൾ, ആ കുട്ടി ഒരു നിസ്കാരത്തിൻ്റെ ഹാളിലാകുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിവരം കൊടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ക്ലാസ് പെൺകുട്ടികൾക്ക്. നമ്മൾ ഇവരൊക്കെ അവഗണിച്ചു വെച്ചാൽ കുട്ടികൾക്കൊക്കെ വേറെ എവിടുന്നൊക്കെയോ വിവരം കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് വേറെ എവിടുന്നൊക്കെയോ ഏത് കിട്ടുന്നുണ്ട്? വിവരം കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധയിലുണ്ടാകണം. നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്താ? നിങ്ങൾ ഇവിടെ നല്ല സൗകര്യം കാണുന്നുണ്ട്, നല്ല സന്തോഷമുള്ള മദ്രസ, അൽഹംദുലില്ലാ റോഡ് സൈഡിൽ തന്നെ. ഈ 150 പരിയിലുള്ള ആൾക്കാർക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സൗകര്യത്തിലാണുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടിയാൽ. പക്ഷെ ആർക്കാ ക്ലാസ് കിട്ടേണ്ടത്? വല്യമ്മാക്കും ഉമ്മാക്കും ഇനി കിട്ടേണ്ട കാര്യമല്ല. വല്യമ്മാക്കും ഉമ്മാക്കും ഇനി കിട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആർക്കാ കിട്ടേണ്ടത്? നമ്മളെ പെൺകുട്ടികളുടെ സ്ഥിതി കാര്യങ്ങൾ ഇപ്പൊ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ വരുന്ന ചിന്താഗതി എന്താണെന്നറിയാം. ഒരു ചിന്താഗതി എന്താണ്? ഭർത്താവിനെ വേണ്ട. അവിടേക്കാണ് കാര്യം പോണത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉള്ള ജീവിത നിലവാരത്തിന്റെ ഒരു സൂചിക എവിടേക്ക് പോവുകയാണ്? നമ്മൾ വിചാരിച്ച മാതിരിയല്ല, മാറ്റം വരും. അവിടെയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതാത് സമയത്ത് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തു നോക്കണം. നിങ്ങൾ മുത്തുനബിന്റെ ഭാര്യമാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെൺമക്കൾ ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ആളുകളെങ്ങാണ്ട് പരിശോധിച്ചു നോക്കി. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരിക്കുന്ന മക്കളെ നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ നബി തങ്ങൾക്ക് 3 ആൺമക്കളുണ്ടായി അല്ലേ? ആദ്യത്തെ മോൻ ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ വഫാത്തായി. രണ്ടാമത്തെ കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ വഫാത്തായി. മൂന്നാമത്തെ കുട്ടി റസൂലുള്ളാഹിക്ക് ഉണ്ടാകുന്നത് കുറെ വൈകിട്ടാണ്, ഇബ്രാഹിം എന്ന കുട്ടി. ആ കുട്ടിയും ചെറുപ്പത്തിൽ വഫാത്തായി. 3 ആൺകുട്ടികളും മരണപ്പെട്ട വാപ്പയാണ് റസൂലുള്ളാഹി. നമുക്ക് ചെറിയൊരു വിഷമം വരുമ്പോഴത്തേന് നമുക്ക് ബുദ്ധിമുട്ടാണ്. മുത്തനബിക്ക് 3 ആൺകുട്ടികളും ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ആരാളുള്ളത്? 4 പെൺകുട്ടികൾ. മൂത്ത മോളാരാ? മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹ അല്ലേ? മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബിനെ കല്യാണം കഴിച്ചു അബുൽ ആസി. അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് മോള് മുസ്ലിമായി, ഭർത്താവ് മുസ്ലിമായില്ല. എത്ര കഷ്ടപ്പെട്ടു റസൂലുള്ളാഹി വിഷയത്തിൽ, എത്ര വിഷമിച്ചു. യാ റബ്ബ് യാ റബ്ബ്. റസൂലുള്ളാഹി മദീനത്തേക്ക് ഹിജറ പോയി. മകള് മക്കത്ത് തന്നെയാണ്. മകൾക്കപ്പ ഗർഭമാണ്. പിന്നെ മകളെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു. ഭർത്താവ് മുസ്ലിം അല്ലാത്തത് കൊണ്ട് മകളെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു. അല്ലാഹു റബ്ബി ഗർഭിണിയായ മകളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന മധ്യേ മക്കയുടെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് ശത്രുക്കൾ തടഞ്ഞു. ശത്രുക്കൾ തടഞ്ഞപ്പോൾ മോള് ഒട്ടകപ്പുറത്തിരിക്കുകയാണ്. ആ ഒട്ടകത്തെ കുത്തി വീഴ്ത്തി. അപ്പൊ മകള് ഒട്ടകപ്പുറത്തുനിന്ന് താഴെ വീണ് ഒരു പാറപ്പുറത്ത് അടിച്ചിട്ട് ഗർഭം അലസി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് രക്തത്തിൽ കുളിച്ച മകള് ചെല്ലുന്ന കാഴ്ചകളൊന്ന് ഓർത്തു നോക്കി. നമുക്കൊക്കെ വല്ല കഷ്ടപ്പാടുണ്ടായിക്കണോ? മൂന്നാമത്തെ മോള് റുഖയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം. രണ്ടാളും 3ഉം 4ഉം കുട്ടികളാണ്. പക്ഷെ എന്താണ്? രണ്ടാളെയും കണ്ടായി ഇരട്ട കുട്ടികളാന്ന് തോന്നുന്നു. അങ്ങനെ 2 കുട്ടികൾ. ആ 2 കുട്ടികളെയും കല്യാണം കഴിച്ചത് ഒരു പരീക്ക. അബൂലഹബിന്റെ 2 മക്കള് ഉത്ബത്തും ഉതൈബത്തും. റസൂലുള്ളാഹി ദീൻ പ്രഖ്യാപിച്ചു, ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു വീട്ടിലെ 2 ഉമ്മയും ബാപ്പയും അബൂലഹബും ഭാര്യയും രണ്ടാളും പറഞ്ഞു, ഇനി മുഹമ്മദിന്റെ മക്കൾ ഈ വീട്ടിൽ നിർത്തണ്ട, കൊണ്ടുപോയാക്കി കൊടുക്കുക. 2 കുട്ടികളെയും തലാക്ക് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ഓർത്തു നോക്കിയും മുത്തുനബിന്റെ കഷ്ടപ്പാട് എത്രയാണ്. പിന്നെയാണ് ആ 2 പെൺകുട്ടികൾ ആര് കല്യാണം കഴിക്കണത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
റുഖയ്യ ബീവിനെ കല്യാണം കഴിച്ചു. ബദർ നടക്കണ അന്ന് റുഖയ്യ ബീബി വഫാത്തായി. പിന്നെ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു. ഹിജറ 8-ാം വർഷം മഹദി വഫാത്തായി. നമ്മൾ ഓർക്കണം, നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിക്കണോ? നമുക്കൊക്കെ വല്ല കഷ്ടപ്പാടുണ്ടായിക്കണം? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 15 വയസ്സോ 5 മാസമോ ആയ സമയത്താണ് ഫാത്തിമൂനെ കല്യാണം കഴിക്കുന്നത്. ഫാത്തിമ മാത്രമാണ് മുത്തുനബിന്റെ കൂടെ ജീവിച്ചു പോയത്. റസൂലുള്ള വഫാത്തായി 6 മാസം കഴിഞ്ഞിട്ടാണ് ആരെ വഫാത്ത്? ഫാത്തിമൂന്റെ വഫാത്ത്. അല്ലാഹു റബ്ബി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതം എന്ന് പറയുന്നത് സന്തോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും, ഇരുട്ടുണ്ടാകും, വെളിച്ചമുണ്ടാകും, അല്ലേ? ആരോഗ്യമുണ്ടാകും, രോഗമുണ്ടാകും, പട്ടുമെത്തയിലുണ്ടാകും, വെന്റിലേറ്ററിലുണ്ടാകും. ഇതൊക്കെ ജീവിതത്തിന്റെ സാധാരണയാണ്. അവിടെ ഒന്നും നമ്മളാരും പതറിപ്പോകാൻ പാടില്ല. നമ്മളെ കുട്ടികൾക്കും ഒരിക്കലും ഒരു മാറ്റം വരാൻ പാടില്ല ഒരു സാഹചര്യത്തിലും. ഇപ്പോ ഈ പുതിയ പ്രസ്ഥാനക്കാർ നമ്മളെ കുട്ടികളെ വലയം വെക്കുന്നത്, ഇപ്പൊ എല്ലാവർക്കും രാവിലെ കുറച്ചൊരു നടത്തം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മജ്‌മഅ സ്ഥാപനങ്ങൾ കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് സ്ഥാപനത്തേക്ക് 2.5 കിലോമീറ്ററാണ്. ചിലപ്പോഴൊക്കെ ഞാൻ സുബഹി നിസ്കരിച്ച് കണ്ട് നടക്കും പേരിൽ. പണ്ടൊക്കെ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ റോട്ടിലുണ്ടാകലുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ വരും. ഞാൻ വിചാരിച്ച മരിച്ചു പറയാൻ പോവുകയാണാവോ, അത്ര അർജന്റ് പോകണുണ്ട്. നോക്കുമ്പോൾ ഡോക്ടർ നടക്കാൻ പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആളെ കൂട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ രാവിലെ ഒരു നടത്ത കമ്പനി ഉണ്ടാക്കുക. ആരും അറിയാത്തൊരു പരിപാടിയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു വ്യായാമം പരിപാടി. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കൂടി ആൾക്കാർ ഈ നടത്തത്തേക്ക് ആളെ കിട്ടുമല്ലോ. അങ്ങനെ സ്ഥലത്ത് നടക്കും. ആ നടന്ന ഒരു കമ്പനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി. അത് പിന്നെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ആ നടത്തക്കാർക്കൊക്കെ പാടെ ഒരു ദിവസം ചായങ്ങളെ വക, ഒരു ദിവസം ചായ ഇയാളെ വക. അങ്ങനെ ഒരു മാസം ഇങ്ങനെ നടന്നു. ഒരു 2-3 മാസം നടത്തത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ട് പിന്നെ നടത്തക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഒരു ടൂറ്, നടത്തക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഒരു ടൂറ്. ഇങ്ങനെ ഇവരെ എന്താക്കാണ്, 3 മാസം നടത്തം കഴിഞ്ഞപ്പത്തിന് ഓരോരുത്തർക്ക് മൗലൂദ് വേണ്ട, യാസീൻ വേണ്ട, പല വളവിലും എന്തുണ്ടാക്കാണ്, ദീനിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുകയാണ്. നമ്മൾ ഈ നേരെ വാ നേരെ പോന്നുള്ള നമ്മൾ എന്ത് കരുതും, അതിപ്പോ എന്താ നടക്കണീന് എന്താ തെറ്റ് അല്ലേ? പക്ഷെ ഈ നടത്തത്തിൽ ഏത് ചെലവാക്കുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ സാധനം ചെലവാക്കുന്നുണ്ട്. ഒന്ന് ഒരു മഹല്ലത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രദ്ധ വേണം. അപ്പൊ ഞാൻ നിർത്തുകയാണ്. മൊത്തത്തിൽ കുറച്ച് കാര്യം നിങ്ങളോടാണ് പറഞ്ഞതെന്ന് മാത്രം. നിങ്ങൾ വിചാരിച്ചതാണോ ഞാൻ പറഞ്ഞത് എന്നെനിക്കറിയില്ല. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ, അള്ളാഹു റാഹത്ത് തരട്ടെ. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കൂട്ടിപ്പിടുത്തം. അതിനാ ഞാൻ പറഞ്ഞത്. നമ്മളെന്താണ്, നമ്മളെ ഈ പരിസരത്തുള്ള വീട്, രക്ഷിതാക്കള്, വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് കൂട്ടിയിട്ട് ആ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ബാപ്പാരെ ഒരു മീറ്റിംഗ് വിളിച്ച, കുട്ടികളെ ബാപ്പാരെ ഒരു മീറ്റിംഗ് വിളിച്ച എങ്ങനെയൊക്കെ കുട്ടിനെ ഉയർത്തി പഠിപ്പിക്കാം. നമ്മളെ കുട്ടികളെന്ന് വന്നിങ്ങാണ്ട് പറയും എനിക്ക് ഡോക്ടറാകണം, മറ്റേ കുട്ടികൾ എഞ്ചിനീയർ ഡോക്ടർ ഇതന്നെ ഇപ്പൊ കുട്ടിയൊക്കെ അറിയുള്ളൂ. ഞമ്മക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരാൾ എന്താ ചെയ്യണത് അതേപോലെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞമ്മക്ക്, അല്ലേ? കുട്ടികളൊക്കെ എഞ്ചിനീയർ ഡോക്ടർ അല്ലേ? എത്ര പണി വേറെ പഠിക്കാണ്ട്. ഇനിയിവിടെ ഡോക്ടർമാരെ ആവശ്യമുണ്ടോ? അത്രയധികം ഡോക്ടർമാർ. നമ്മളെന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെടുത്ത് സോപ്പ് വെക്കാൻ കൊടുത്ത മാതിരി, ചെറിയ കുട്ടികളെ കുളിപ്പിച്ചാൽ നിർത്തി വെക്കാൻ നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം ഒരു സോപ്പും കൊടുത്താൽ ആ ബക്കറ്റ് തീരുന്നേ വരെ സോപ്പ് വെച്ചാലും പള്ളമ തന്നെ തേക്കുള്ളൂ, അപ്പുറം പോയിട്ടുണ്ടാവും. പള്ളമ തന്നെ തേക്കുള്ളൂ എന്ന മാതിരി നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഏതാറുന്നത് ഒരു ഡോക്ടർ, എഞ്ചിനീയർ. ഇനി അതല്ല മുസ്ലിമീങ്ങൾക്ക് ആവശ്യം. മുസ്ലിമീങ്ങൾക്ക് ഇനി സിവിൽ സർവീസിൽ ആള് വേണം. അതുകൊണ്ട് രക്ഷിതാക്കളൊക്കെ SSLC കഴിഞ്ഞാൽ നമ്മളെ സംഘടനകൾ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വിളിച്ചു ചേർത്തിട്ട് എങ്ങനെ കുട്ടിയെ ഉയർന്ന് പഠിപ്പിക്കാം. ഒരു നല്ല സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാവിന്റെ കുട്ടിക്ക് സാമ്പത്തിക മുടക്കം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ പഠിപ്പിച്ചിങ്ങനെ ഉയർത്തി ഏതെടുക്കാം. ആ കുട്ടിയുടെ യോഗ്യത അനുസരിച്ചുകൊണ്ട് ഉയർന്ന സ്ഥലത്തേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പല ഹോസ്റ്റലുകളും കുട്ടികൾ പഠിക്കാൻ. ആ ഹോസ്റ്റലുകളിലൊക്കെ അപകടമുള്ള രീതിയിൽ വരാതിരിക്കാൻ എവിടെ പോയി പഠിക്കാം? ഇന്ത്യയിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ എന്തെല്ലാം രൂപത്തിൽ പഠിക്കാം. അപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് നല്ല ഒരു അവബോധം. അൽഹംദുലില്ലാഹ്. ഇനിയുള്ള കാലത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ പറ്റില്ല.
അതാണ് കാലഘട്ടം. അതുകൊണ്ട് 2 വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയ സ്ഥാപനം നമുക്കുണ്ട്. പഠിപ്പിക്കാൻ മുന്നോട്ട് വരണം നമ്മളൊക്കെ. ഇനി പഠിപ്പില്ല ഞാൻ പറ്റൂല. അപ്പോ പെൺകുട്ടികൾക്ക് നിസ്കാരം കള ആക്കാതെ, അവരെ പെൺകുട്ടികളെ പർദ്ദ മാറ്റാതെ നല്ല മട്ടത്തിൽ പഠിക്കാൻ പറ്റിയ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ നിലമ്പൂര് നമ്മളെടുത്ത് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. SSLCക്ക് ശേഷം 3 വർഷം, SSLCക്ക് ശേഷം 3 വർഷം, +1 +2 ഡിപ്ലോമ. ഞാനൊക്കെ പാവപ്പെട്ട ആൾക്കാരുടെ കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം കഴിയൂല. അപ്പോൾ 3 വർഷത്തെ 3 വർഷത്തെ 3ാമത്തെ വർഷം ആ കുട്ടിക്ക് നമ്മളെ മദ്രസയിലെ സഹറത്തുൽ ഖുർആൻ, സഹറത്ത്, തിബിയാൻ, അതേപോലെ തന്നെ സ്കൂളിലെ LKG UKG ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ടീച്ചർമാരാകാൻ പഠിപ്പിച്ചു. ഇപ്പം ആ കുട്ടികളൊക്കെ കെട്ടിച്ചു പോകാണ് വേഗം. കാരണം കുട്ടിൻ്റെ അടുത്ത് ചെറിയൊരു വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എത്രയോ കുട്ടികളൊക്കെ വേഗം കെട്ടിച്ചു പോകാൻ. ആ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പെണ്ണിന് രോഗമായി കിടപ്പായാൽ, ആ പെണ്ണ് മരിച്ചാൽ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് ആ ക്ലാസ്സിൽ കുട്ടിയൊക്കെ നന്നായി പഠിപ്പിച്ചു. ഇപ്പം എന്ത് ചെയ്തു, ഇപ്പം നമ്മളെ വീടിൻ്റെ നമ്മളെ കോളേജിൻ്റെ പരിസരത്ത് ഞായറാഴ്ച 4 പെൺകുട്ടികൾ ഒരു മഹല്ലത്തേക്ക്, 4 പെൺകുട്ടികൾ ഒരു മഹല്ലത്തേക്ക്. അവിടുത്തെ മദ്രസയിൽ വലിയ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഈ 4 പെൺകുട്ടികളെ ഞാൻ അവിടെ ആക്കി കൊടുത്തു. ആ 4 പെൺകുട്ടികൾ ആ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എന്താണ് ഒരു രോഗിയുടെ അടുത്ത് ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത്, ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത്, ഒരു പെണ്ണിൻ്റെ മയ്യത്ത് നിസ്കാരം, മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് കഫം ചെയ്യൽ, ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്? പെൺകുട്ടികൾ തന്നെ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടികൾ തന്നെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണത്? പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത്. ആ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 മാസം ഒന്നിച്ച് സ്കൂളില്ല. ഇപ്പൊ ക്രിസ്മസ് വെക്കേഷനിൽ മൊത്തം കുട്ടികൾക്ക് സ്കൂളില്ല അല്ലേ? അങ്ങനത്തെ ഒക്കെ സമയത്ത് നമ്മുടെ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്നാൽ കുട്ടികളൊക്കെ എത്രയോ മെച്ചപ്പെടും. നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഔലിയാക്കളുടെ കുടുംബം, മഹാന്മാർ അതൊക്കെ ആയ ഒരു നാട്ടിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹുവെ നീ കാവൽ നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് പഠിപ്പിക്കേണ്ടത്? ഹുബ്ബു നബിയിക്കും, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, ആ പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലുന്ന മഹബത്ത് നമ്മുടെ കുട്ടികളിൽ നിലനിൽക്കണം. 2 ഹുബ്ബു അഹ്ലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിന്റെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം. 3 വഖിറാഅത്തുൽ ഖുർആൻ, നമ്മുടെ ഒക്കെ വീട് ഖുർആൻ ഓതുന്ന വീടാണോ അല്ലേ എന്ന ഉറപ്പുണ്ടാവണം. നമ്മുടെ വീടുകളിൽ ദിവസവും അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരണം. ഇന്നിപ്പോ നിങ്ങൾ കണ്ടോ, മലപ്പുറം ജില്ലയിൽ രോഗം വളരെ വർദ്ധിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ചെറിയ ഒരു സ്ഥലത്ത് കൂടുതൽ ഹോസ്പിറ്റലും കൂടുതൽ ഡോക്ടർമാരും ലോകത്തെ മലപ്പുറത്താണ്. ഇപ്പൊ അടുത്തൊരു ദിവസം നമ്മളെ കലക്ടർ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ, പഞ്ചാര ഉപയോഗിക്കരുത്, കുട്ടികൾക്ക് അതും ഒരു തമാശ. എന്നാളൊരു പീടി കയറി വെക്കുമ്പോൾ അവിടുന്ന് കുട്ടികൾ വന്നുകൊണ്ട് ഒരു കലക്ടറെ ചായ അടിക്കാം. ഏത് ചായ? മധുരമില്ലാത്ത ചായക്കുമ്പോൾ പേരെന്താ? കലക്ടറെ ചായ. എന്തേ കാരണം എന്താ? നമ്മളെ മഞ്ചേരിക്കടുത്ത് ഒരു വീട്ടിൽ 7 ആൾക്ക് ക്യാൻസർ. ഉമ്മാക്ക് ക്യാൻസർ, മകൾക്ക് ക്യാൻസർ, മകന് ക്യാൻസർ, ആ മകളെ കെട്ടിച്ച 3 കുട്ടികൾക്കും ക്യാൻസർ. ഒരു വീട്ടിൽ 7 ആൾക്ക് ക്യാൻസർ. പടച്ചോനെ ശിഫ കൊടുക്കണേ അല്ലാ. ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ് കറക്റ്റ് അതിനെ പറ്റിയിട്ട് വലിയ പഠനം നടത്തിയിട്ട് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കഴിക്കണ രീതി കുറച്ച് കൂടി. തൊള്ളൻ്റെ രുചി മാത്രമേ നമ്മൾ നോക്കണുള്ളൂ, ഏത് നോക്കണില്ല. ആരോഗ്യ സംരക്ഷണം നമ്മൾ നോക്കണില്ല. എന്നെങ്കിലും ഒക്കെ വിരുന്നേരനായിട്ട് കഴിക്കല്ല. നമ്മളെ വീടുകളിൽ ഇപ്പോൾ പെണ്ണുങ്ങൾക്കും ഏത് വരുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒരു മടി വരുന്നുണ്ട്. മനസ്സിലാക്കി? പിന്നെ നമ്മൾ പഴയ കാലത്തൊക്കെ ഇറച്ചിക്കോയി അല്ലല്ലോ തിന്നല്, പിന്നെന്താ തിന്നല്? കോയിറച്ചിയാണ് തിന്നല്. ഇപ്പം അതിൻ്റെ മാറ്റം വന്നു നമുക്ക് അല്ലേ? കുട്ടികൾക്കൊക്കെ ഏത് മതി? വേറൊന്നും വേണ്ട, ചിക്കൻ ഒരു കഷ്ണം കിട്ടിയാൽ മതി അല്ലേ? ഈ ഭക്ഷണത്തിൽ വന്ന വൻ മാറ്റം ഇത് നമ്മൾ പഠിപ്പിക്കണം പുതിയ തലമുറക്ക്.
നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലെ ഭക്ഷണം ഏതാണോ അത് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്? അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് അള്ളാഹു വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവിടെ. നമ്മളെ നാട്ടിൻ്റെ ഏറ്റവും നല്ല പഴമാണ് ചക്ക, നമുക്കിപ്പം അത് വേണ്ട. നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല മാങ്ങ, അതും നമുക്ക് വേണ്ട. നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല ചീരൻ്റെ അലിയും വേണ്ട, മുരിങ്ങൻ്റെ അലിയും വേണ്ട, ഒന്നും നമുക്ക് വേണ്ട. ഒരു നാടിലെ ജനങ്ങളെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ഭക്ഷണം അള്ളാഹു അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഊട്ടിയിലെ പട്ടി പ്രസവിച്ചാൽ ആ പട്ടിക്കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു ബ്ലാങ്കറ്റോട് കൂടിയാണ് ജനിക്കുന്നത്, അല്ലേ? ജനിക്കുമ്പോൾ തന്നെ ഒന്നിച്ച് രോമവും കാര്യങ്ങളായിട്ടുള്ള കുട്ടി ജനിക്കുന്നത്. എന്തുകൊണ്ട്? അത് അവിടേക്കനുസരിച്ച കാലാവസ്ഥക്കാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖൗഖിസ് ചക്രവർത്തി ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു കൊടുത്തു നബി തങ്ങളെ ചികിത്സക്ക്. ആ നാട്ടിൽ ഒരു ഡോക്ടറെ സമ്മാനമായിട്ട് കൊടുത്തു. ആ ഡോക്ടർ അവിടെ വന്നിട്ട് 3 മാസം നിന്നു മദീനത്ത്. 2 ലക്ഷം ജനങ്ങൾ മദീനത്തുണ്ട്. ഒരൊറ്റ കുട്ടിയും ചികിത്സക്ക് കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ പോയിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഞാനിവിടെ 3 മാസമായി ഒരു ബോർഡും വെച്ച് നിൽക്കണ, ഒറ്റ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നിങ്ങൾ ഇവർക്ക് വല്ല ചികിത്സയും കൊടുക്കണുണ്ടോ ചോദിച്ചു. നിങ്ങൾ ഇവർക്ക് വല്ല ചികിത്സയും കൊടുക്കണുണ്ടോ ചോദിച്ചു. ഞാൻ അതും കൂടി പറയാതെ അവസാനിപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാനവർക്ക് ചികിത്സയൊന്നും കൊടുക്കണില്ല, പിന്നെ ഞാനവർക്ക് ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് നബി തങ്ങൾ കൊടുക്കണ ഭക്ഷണ മര്യാദ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കണം. 1, വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഭക്ഷണം കഴിക്കല്? വിശന്നിട്ട്. നമ്മളിപ്പോൾ അസർക്കൊരു നിക്കായുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളർച്ച് വെച്ചാലും ഏശക്കരിച്ചാണ് പിന്നെയും വെച്ചൂരെ. വിശന്നിട്ടല്ല, ഏശക്കരിച്ചില്ലേ, അല്ലേ? നമ്മൾ ടൈമാണ് കണക്കാക്കിക്കണത്, വിശപ്പല്ല. വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന് ഞാനിവരെ പഠിപ്പിച്ചിട്ടുണ്ട്. 1. 2, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് വാരി വിഴുങ്ങി കഴിക്കരുത്. പിന്നെയോ അല്പാൽപമായി ഭക്ഷണം കഴിക്കുക. നമ്മളിങ്ങനെ എന്നാൾ കല്യാണ പന്തലിന് ഒരാൾ ചോറിങ്ങനെ ഉരുട്ടുന്നുണ്ടപ്പോൾ മറ്റോൻ ചോദിച്ചു, ഇത് തലയിൽ വെക്കാനാണോ? ആ ജാതി ഉരുട്ടണത്. അല്ലാഹു റബ്ബി, പടച്ചോൻ കാക്കട്ടെ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ കഴിച്ചെന്നെ. ഒരു ചങ്ങായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ തന്നെ സപ്ലൈക്കാരൻ ഓന് കുറച്ച് തോനിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിങ്ങാണ്ട് 2ാമതും ചോദിച്ചു. അത് കഴിഞ്ഞ് 3ാമതും ചോദിച്ചു. 3ാമത് ഞാൻ സപ്ലൈക്കാരനൊന്ന് നോക്കി വരും. അത് കഴിഞ്ഞാണ്ട് 4ാമതും ചോദിച്ചു. 4ാമത് ചോദിച്ചപ്പോൾ സപ്ലൈക്കാർ എന്താ ഈ ചങ്ങായി കൊടുത്താണ്, ഓൻ കുറച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞാണോ 5ാമതും ചോദിച്ചു. 5ാമത് ചോദിച്ചപ്പോൾ ആ സപ്ലൈക്കാരൻ പറഞ്ഞു, ഇജ്ജ് കുറച്ച് വെള്ളം കുടിച്ചു നോക്ക്, ചിലപ്പോൾ എനിക്ക് ദാഹിക്കാരണം. അല്ല, ദാഹത്തിന് ഇപ്പോൾ ചോറ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്? ഞമ്മക്ക് തൊള്ളക്ക് രുചിയുണ്ടോ കഴിച്ചെന്നെ, ഒരു ലിമിറ്റുമില്ല. നബി മുഹമ്മദ് മുസ്തഫ കഴിക്കുമ്പോൾ എന്ത് വേണം? 3ാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കണം, മര്യാദ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു. 3ാമത്തത് എന്താ? 3ാമത്തത് ഭക്ഷണം സ്റ്റോക്ക് ചെയ്യുന്നത് ആമാശയമാണ്. ആമാശയത്തെ 3ആയി ഓഹരി ചെയ്യുക. ഒരു ഓഹരിയിൽ ഭക്ഷണം, ഒരു ഓഹരിയിൽ വെള്ളം, ഒരു ഓഹരി ഫ്രീ ആയിട്ട് നിൽക്കണം. അത് ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. നമ്മളിതൊക്കെ എങ്ങനെ? നമ്മളിപ്പോൾ തമ്മിലായി പറഞ്ഞ് തെറ്റണ്ട, ഇനി അങ്ങോട്ട് നോക്കിയാൽ മതി, അല്ലേ? നമ്മളിങ്ങനെ കഴിച്ചിട്ട് നല്ലോണം കഴിച്ചിട്ട് പിന്നെ ഒരു ശ്വാസം അയക്കാൻ സ്ഥലമില്ല. നമ്മൾ ഈ റോഡിലൊക്കെ വണ്ടി ബ്ലോക്കാകുകയാണ്, അല്ലേ? എന്താ ബ്ലോക്കാകുന്നത്? വാഹനം കൂടുതലും, റോഡ് വീതി കുറവും. അപ്പോഴാണ്, അല്ലേ? അപ്പൊ പിന്നെ അവിടുന്ന് KP ഇങ്ങനെ നോക്കാൻ ബ്ലോക്കെന്ന്, അല്ലേ? എന്ന മാതിരി തന്നെ നമ്മളിപ്പോഴാണ് കയറ്റി വിട്ടത്. എന്താണ്? ഒന്നായിട്ട് ഭക്ഷണം അടിച്ച് കയറ്റിയേക്കാണ്. പിന്നെ അവിടെ ബ്ലോക്കായപ്പോൾ പിന്നെ ഒരു ഓണടിക്കൽ. അപ്പോഴാണ് നമ്മൾ ഒരു പഴവും കൂടി കടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ഭക്ഷണ രീതി എല്ലാ ഇംഗ്ലീഷ് ഡോക്ടർമാരും, മലയാള ഡോക്ടർമാരും, ഉഴിച്ചിൽ ഡോക്ടർമാരും, ഹോമിയോപ്പതി ഡോക്ടർമാരും ഒക്കെ തിബ്ബ് നബി അടക്കം പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് രോഗമുണ്ടാക്കും. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊന്ന് പഠിപ്പിച്ചു, നമ്മുടെ നാട്ടിലെ പഴവർഗ്ഗങ്ങൾ കഴിക്കണം. ഉദാഹരണത്തിന് നമ്മളെ ചക്ക ഉണ്ടാകുന്ന കാലത്ത് നമ്മളൊക്കെ ചക്ക കഴിക്കണം.
ചക്ക നല്ല പഴമാണ്. എത്ര ഭദ്രമായിട്ടാണ് അള്ളാഹു തആല ചക്ക സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ? ചക്കൻ്റെ ഉള്ളിൽ ഒരു സാധനമാണ് കിടക്കൂല. അത്ര ഇനി ചക്ക മുറിച്ചുമ്പോൾ നല്ല വാസന വരും. അപ്പോഴൊക്കെ ഈ ഈച്ചി മറ്റൊക്കെ പാറി വന്നാൽ ഒരപ്പം തന്നെ ശരിയാക്കാൻ ഒരു നീരുണ്ട് വലിച്ചു. അതിൻ്റെ പേരെന്താ? അതിലാണ് പോയി ഇല്ലേ. രണ്ടാമത് ചക്കച്ചോള വെച്ചാണ്ടിരിക്കണം നിങ്ങൾ. ചക്കൻ്റെ ഉള്ളിൽ ചുള വെച്ചിരിക്കണത് എങ്ങനെയാ? അള്ളാഹു തആല സുബ്ഹാനല്ലാഹ് പഴയ കാലത്ത് മോരും കുടുക്ക ഉറിയിൽ വെക്കലുണ്ട് അല്ലേ? മോരും കുടുക്കണ്ട എവിടെ വെക്കല്? ഉറിയിൽ വെക്കല്. അങ്ങനെയാണ് ചക്കച്ചോള വെച്ചിരിക്കുന്നത്. ഇത്ര ഭദ്രമായി ഈ ചക്കയെ അള്ളാഹു തആല സൂക്ഷിച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് അത്ര മുന്തിയ സാധനമാണെന്ന്? ആ ചക്ക നാട്ടിന്റെ പഴമാണ്, അത് കഴിച്ചേ മതിയാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാത് നാട്ടിലെ പഴം കഴിക്കണം, നാട്ടിലെ ഭക്ഷണം കഴിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം ഇങ്ങനെയാണ് പറഞ്ഞപ്പം ആ മുക്കൗക്കസ് ചക്രവർത്തി ഇംഗ്ലീഷുകാരനാ, മൂപ്പര് പറഞ്ഞയച്ച ഡോക്ടർ പറഞ്ഞു, എന്നാ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോട്ടെ വെച്ചു. 3 മാസം മദീനത്ത് താമസിച്ച ആ ഡോക്ടറത്തേക്ക് 2 ലക്ഷം ജനങ്ങളിൽ ഒരൊറ്റ കുട്ടിക്കും രോഗമില്ല. അതാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മര്യാദ അനുസരിച്ച് അതേ അവസ്ഥ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത്, ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത്, ബഹുമാനപ്പെട്ട അലി തങ്ങളുടെ കാലത്ത് 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര ലക്ഷം ജനങ്ങളുണ്ട്, അവർക്ക് രോഗമല്ല. ഇന്ന് നമ്മളെ കൂട്ടത്തിൽ രോഗമില്ലാത്തവരാരുണ്ടോ? ഉണ്ടോ? എല്ലാ വീടും ഒരു മെഡിക്കൽ ഷാപ്പാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളെ ഉസ്താദേ? അൽഹംദുലില്ലാഹ്. എന്നോട് ലത്തീഫ് ഡോക്ടർ മെഡിക്കൽ കോളേജ് പ്രൊഫസർ മൂപ്പരിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ മരുന്ന് എറിഞ്ഞ് എവിടെ നടക്കണ്ട, നിങ്ങളെ നാട്ടിൽ കൂടെയുള്ള വീട്ടിൽ കൂടെ എടുത്തിട്ട് അവിടുന്ന് ബാക്കി വെച്ച മരുന്നിന് വാങ്ങിയാൽ മതി. ഒരു ഫാർമസിസ്റ്റ് 2-3 ആളെ നിർത്തിയിട്ട് ഇത് ഇനം തിരിച്ചാൽ പടച്ച തമ്പുരാന് ഞാൻ മരുന്ന് ശേഖരിക്കാൻ കുട്ടികളെ അയച്ചു. മരുന്നൊക്കെ പാണ്ട് വന്ന് നോക്കുമ്പോണ്ടല്ലോ 1000 ആളുകൾക്ക് മരുന്ന് ഫ്രീ കൊടുത്തിട്ടും ഒരു ഓട്ടോറിക്ഷൻ്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അത് നിറച്ച് മരുന്ന് ബാക്കി. അവസാനം നമ്മൾ മെഡിക്കൽ കോളേജിലെ സഹായി മെഡിക്കൽസിന് എത്തിച്ചു കൊടുത്തു. എന്താ കാര്യം? നമ്മൾ 10 ദിവസത്തിന് മരുന്ന് വാങ്ങിയാൽ 3 ദിവസം കുടിച്ചു, അല്ലെങ്കിൽ 4 ദിവസം കുടിച്ചു, ബാക്കി അവിടെ ഉണ്ടോ അല്ലേ? ഇങ്ങനെ മരുന്നിന് അടിമകളാകുകയാണ് നമ്മളെല്ലാവരും. എല്ലാ സൈസ് രോഗം പടച്ചോനെ നീ കാക്കണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, കിഡ്നി രോഗം നൽകല്ലേ അല്ലാ. ഭക്ഷണത്തെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മേശപ്പുറത്ത് 2-3 സൈസ് ഭക്ഷണമുണ്ട്. ചിക്കനും ഉണ്ട്, മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്, പിന്നെ ഏതുമുണ്ട്, കുറച്ച് മീനും ഉണ്ട് അല്ലേ? ഇത് എന്തിനു കൊണ്ടെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണം. ഒക്കെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ചതല്ല. പിന്നെ മട്ടൻ പറ്റാത്തവരെ ഏതെടുക്കുക, ചിക്കൻ എടുക്കുക. ചിക്കൻ പറ്റാത്തവരെ ഏതെടുക്കുക? ഒറ്റ കുട്ടി എൻ്റെ ഒപ്പം നിൽക്കണില്ല. ഇതൊന്നും പറ്റാത്തവർ, തീരെ ഇറച്ചി പറ്റാത്തവർക്ക് ഏതെടുക്കുക ഇല്ലേ? അതിനാണ് ഇതൊക്കെ വെച്ചത്. അല്ലാതെ എല്ലാം ഒരാൾക്ക് തന്നെ കഴിക്കാനാണ്. നമ്മൾ ഏതെടുക്കാണ്? നമ്മൾ പിന്നെ മട്ടൻ ഒരു കഷ്ണം എടുത്ത് അപ്പം തന്നെ മീൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി കഴിക്കുകയാണ് നമ്മൾ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ദഹനേന്ദ്രിയങ്ങൾക്ക് എന്ത് വരികയാണ്? പ്രതിസന്ധി വരികയാണ്. പണ്ടൊന്നും നമുക്ക് എന്തില്ല, ഇങ്ങനെ പലവക ഭക്ഷണം ഒരേ മേശപ്പുറത്ത് കാണൂല. അള്ളാഹു നിഅമത്ത് തന്നു, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പഠിച്ചവനെ റിസ്ക്കിന് ഒരു കുടുക്ക് തരല്ലേ അല്ലാ. ഭക്ഷണത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു പോകണം നമ്മൾ. അള്ളാഹുവേ നീ ഖൈറ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മറ്റ് കാര്യങ്ങൾ അതോടുകൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യം. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണം, എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹുൽ ആഫിയ, അബ്ബാസെ നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ. 3 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം. നമ്മളൊക്കെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ അല്ലേ? നമ്മളെ ആഫിനി ഫീമൻ ആഫൈത്ത് അല്ലേ? നമ്മളൊക്കെ നിസ്കരിക്കണമെങ്കിൽ എന്തുവാണ്? പടച്ചോൻ നമുക്കൊക്കെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. നിലത്ത് സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുമ്പോൾ ഒറ്റ കാര്യം പറയട്ടെ.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെ നമ്മുടെ പള്ളിയിൽ ചെറുതാണെങ്കിൽ ഒരു ദർസ് നിലനിൽക്കുന്നുണ്ട്. ആ കുട്ടികളെ ദർസ് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയിൽ ആ ദർസ് നിലനിർത്തണം. ഒരു കുട്ടി തഫ്സീർ, ഒരു കുട്ടി ഹദീസ്, ഇങ്ങനെ ദർസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മുടെ മുതഅല്ലിമീങ്ങൾ വീടുകളിലല്ലേ ഭക്ഷണം, വീടുകൾക്ക് ഭക്ഷണത്തിൽ അത് വല്ലാത്തൊരു റഹ്മത്താണ്, ഒരു വല്ലാത്ത റഹ്മത്താണ്. അല്ലാഹു തആല ആ ഇസ്സത്ത് നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് മുഖ്യൻ്റെ നേതൃത്വത്തിൽ വലിയവർക്ക് നൽകുന്ന ക്ലാസ് അത് നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം. ഒറ്റ കാര്യം പറയട്ടെ, ഒരിക്കൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം വന്നു റൂഹ് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത സമയത്ത് മരിക്കും, നിങ്ങൾ അവധി എത്തിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനോട് അദ്ദേഹം ചോദിക്കാൻ, നബിയെ മരിക്കണതിന് മുമ്പ് ഞാൻ ഏറ്റവും നല്ല അമൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നോ. അപ്പം ഏറ്റവും മുന്തിയ ഇൽമാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ ദർസിൽ നമ്മളൊക്കെ വന്ന് ചേരുക. അതേപോലെ തന്നെ നമ്മുടെ ഞായറാഴ്ചകളിലും മറ്റുമൊക്കെ വലിയ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കും ക്ലാസ് കൊടുക്കുക, ദർസ് നിലനിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാൽ റഹ്മത്തിൻ്റെ മലായിക്കത്ത് കൃത്യമായി ഉണ്ടാകും. വീടുകളിൽ ഇപ്പോൾ ഖിറാഅത്തിൽ ഖുർആൻ, നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. അല്പാൽപമായി ഖുർആൻ ഓതിയിട്ട് ഖത്മ് തീർക്കുക. 40 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ഖത്തം തീർക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ വീട്ടിൽ ഉമ്മ ഖത്തം തീർത്തിട്ടുണ്ട്, വാപ്പ ഖത്തം തീർത്തിട്ടുണ്ട്. അള്ളാഹു റബ്ബി മാസത്തിൽ നമ്മൾ ഖത്തം തീർക്കുക. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സുബൈക്ക് നടക്കുന്ന ദർസില്ലേ അല്ലേ, ആ ദർസിൽ മാസത്തിൽ ഒരു ഖത്മുൽ ഖുർആൻ ദുആ, മാസത്തിൽ ഒരു ഖത്മു ഖുർആൻ ദുആ. നമ്മളെ വീട്ടിലൊക്കെ ഓതിയിരിക്കുന്ന ഖത്മ് നമുക്കിന് വിവരം കിട്ടുക. ഉസ്താദിൻ്റെ അടുത്തേക്ക് വിവരം, ഞങ്ങളെ വീട്ടിൽ ഇത്ര ഖത്തം ഓതിയിട്ടുണ്ട്, ഞങ്ങളെ വീട്ടിൽ ഇത്ര ഖത്തം ഓതിയിട്ടുണ്ട്. ആ ഖത്തം ഓതിയത് നമ്മളെ മരിച്ചുപോയ ആളുകൾക്ക് ഹദിയ ചെയ്യുക. അങ്ങനെ ഖുർആൻ കൊണ്ടുള്ള ഒരു പ്രകാശം നമ്മളെ വീട്ടിലുണ്ടാവണം, നമ്മളെ മരിച്ചു കിടക്കുന്നവരെ ഖബറിലുണ്ടാവണം. അല്ലാഹുവേ, ഖൽബും ഖബറും ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ട്, ഈ ആളാരാണ്, ഇദ്ദേഹത്തെ പരിചയമുണ്ടോ എന്ന് ഖബറിൽ വെച്ച് ചോദിക്കുമ്പോൾ, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് അള്ളാഹുവിൻ്റെ റസൂലല്ലേ. ഞാൻ എൻ്റെ ഹയാത്ത് കാലം മുഴുവനും റസൂലുള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ടേ ജീവിച്ചിട്ടുള്ളൂ. 5 നേരത്തെ നിസ്കാരത്തിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, 5 നേരത്തെ ബാങ്കിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഓ പുന്നാര നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഖബറിൽ വെച്ചുകൊണ്ട് മുത്തുനബിനെ കാണുമ്പോൾ പ്രകാശിക്കുന്ന മുഖം തിരിച്ചറിയാൻ നമ്മുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് അള്ളാഹു ഭാഗ്യം തരട്ടെ. ഖബറാകുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മഹ്ശറിലെത്തുമ്പോൾ സിറാത്ത് പാലം അക്കരെ കടന്നെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. സിറാത്ത് പാലത്തമ്മക്കാണ് കടന്നാൽ കൈവരി ഇല്ലല്ലോ ആ പാലത്തിന്. ആ കൈവരി ഇല്ലാത്ത പാലത്തമ്മ ഇങ്ങനെയാണ് നിൽക്കുമ്പം ആ പാലം ഒന്നിന് കുലുങ്ങിയാൽ അപ്പുറപ്പുറം പിടിക്കാനൊന്നുമില്ല. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ 2 ശക്തി വരും. ഒന്ന്, നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ, ആ സ്വലാത്ത് ഒരു ഭാഗത്ത് നിൽക്കും. നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടോ, ഖുർആൻ ഒരു ഭാഗത്ത് നിൽക്കും. ഒരു ഭാഗത്ത് ഖുർആന്റെ പിടുത്തം, ഒരു ഭാഗത്ത് സ്വലാത്തിന്റെ പിടുത്തം. അത് രണ്ടും പിടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് അക്കരെ കടക്കാൻ. അല്ലാഹുവേ, ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. അത് ഞങ്ങളെ മക്കളിൽ നിലനിർത്തണേ അല്ലാ.